കരാറുകാരെ കൂട്ടി അല്ലെങ്കിൽ കരാറുകാർ MLA-മാരുടെ റെക്കമെൻഡിൽ മന്ത്രിയുടെ അടുത്ത് വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകാൻ വേണ്ടി പാടില്ല. അങ്ങനെ വന്നാൽ അത് ഭാവിയിൽ പല രീതിയിലേക്കും ദോഷത്തിന് കാരണമാവും. കരാറുകാരെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ നിലയിലേക്ക് പോകുന്നത് പല പ്രയാസങ്ങൾക്കും കാരണമാകും. MLA-മാരുടെ യോഗത്തിൽ ഒരു MLA പോലും ഇത്തരം ഒരു വിമർശനം ഉന്നയിച്ചിട്ടില്ല. ഞാൻ എവിടെയും ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒരടി പുറകോട്ട് പോയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു നയമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ള പ്രസംഗത്തിൽ നിന്ന് ഒരടി പുറകോട്ട് പോയില്ലെന്ന് മാത്രമല്ല, ഉറച്ചു നിൽക്കും ഞാൻ. MLA-മാർക്ക് ആർക്കും വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആരുമായിട്ടും വരാം. പക്ഷേ വരുന്ന ആളുകൾ എങ്ങനെയുള്ളവരാണ്, എന്താണ് എന്നൊക്കെ നോക്കുന്നത് നല്ലതാണ്. MLA-മാരെ കൂട്ടി കരാറുകാർ കാണാൻ വരുന്നതുമായി ബന്ധപ്പെട്ട തന്റെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഒരടി പിന്നോട്ടില്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ്. സഭയിൽ താൻ നടത്തിയ പ്രസംഗം ഇടതുമുന്നണിയുടെ നിലപാടാണ്. കരാറുകാരും ചില ഉദ്യോഗസ്ഥരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. ചില MLA-മാർ മറ്റു മണ്ഡലങ്ങളിൽ ഇടപെടുന്നുവെന്നും അതിനെയാണ് വിമർശിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. റിയാസിനെതിരെ നിയമസഭയിലെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നിയമസഭാ കക്ഷി യോഗത്തിൽ വിമർശനം ഉയർന്ന സാഹചര്യത്തിലായിരുന്നു മന്ത്രിയുടെ ഇന്നത്തെ വിമർശനം. എൻ ഷംസീർ MLA ആണ് യോഗത്തിൽ റിയാസിനെ അത്തരത്തിൽ പരാമർശിച്ചത് എന്ന വാർത്തകളാണ് പുറത്തുവന്നത്. പുതിയ മന്ത്രിസഭാ രൂപീകരണത്തിൽ ഉണ്ടായ ചില അസ്വസ്ഥതകളുമായി ഈ സംഭവത്തെ കൂട്ടി വായിക്കുന്നവരുമുണ്ട്. യഥാർത്ഥത്തിൽ മുഹമ്മദ് റിയാസ് ഉദ്ദേശിച്ച എന്താണ്? കരാറുകാരനെ കൂട്ടി മന്ത്രിയെ കാണാൻ വന്ന MLA ആരാണ്? അത് ഭരണപക്ഷത്തെയോ പ്രതിപക്ഷത്തെയോ ആളാണോ? വകുപ്പിനെ നന്നാക്കാനുള്ള മന്ത്രിയുടെ ശ്രമമായി ഇത് വ്യാഖ്യാനിച്ചാൽ മതിയോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മന്ത്രി പറഞ്ഞതും MLA-മാർ മനസ്സിലാക്കിയത്. CPM പ്രതിനിധിയായി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ജനപക്ഷം നേതാവ് ശ്രീ PC ജോർജ്, ശ്രീ CR നീലകണ്ഠൻ നിരീക്ഷകൻ, ഒപ്പം ശ്രീ KM അക്ബർ, കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയായി സംസ്ഥാന എക്സിക്യൂട്ടീവ് സെക്രട്ടറി അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഒരിക്കൽ കൂടി പ്രൈം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒപ്പം മുൻ മന്ത്രി G സുധാകരനെ ടെലിഫോൺ ലൈനിലും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ PC ജോർജ്, താങ്കൾ കേൾക്കാമെന്ന് കരുതുന്നു. മന്ത്രി ഇന്ന് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിലൊരു നെക്സസ് ഉണ്ട്, അവർ തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട്, കൂട്ടുകെട്ടുണ്ട്. അതിന് ആ തരത്തിൽ ചില MLA-മാർ ജാഗ്രത പാലിക്കണം, അവരെ കൂട്ടി തന്നെ കാണാൻ വരരുത്. ആ പ്രസ്താവനയെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നല്ല ഉദ്ദേശത്തോടു കൂടി ഒരു മന്ത്രി പറഞ്ഞ കാര്യമായി മാത്രം അതിനെ കണ്ടാൽ മതിയോ? മന്ത്രിയുടെ പ്രസ്താവന, സാധാരണ മന്ത്രിമാര് പറഞ്ഞ വിമർശനത്തോടുകൂടി എല്ലാം കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇത്തവണ വളരെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, 100% ആ റിയാസ് മന്ത്രി പറഞ്ഞ പ്രസ്താവനയെ ഞാൻ സ്വാഗതം ചെയ്യുക. ഞാൻ വെറുതെ സ്വാഗതം ചെയ്യല്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ MLA-മാര് അവരുടെ അന്തസ്സിന്റെ പ്രശ്നമാണ്. ഒരു കോൺട്രാക്ടേയും ചുവന്നുകൊണ്ട് മന്ത്രി എടുത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോ നാണം കെട്ട പരിപാടിയുണ്ട്. ചെയ്യണ്ട. ഞാൻ ഒരു 2 മിനിറ്റ് തരണേ കേട്ടോ. എന്താന്ന് ചോദിച്ചാൽ, ഒരു MLA-യുടെ ജോലിയല്ല കോൺട്രാക്ടറെ കൊണ്ട് മന്ത്രിയെ കാണിക്കുക എന്നുള്ളത്. അത് MLA-യുടെ ജോലിയാണ്. പ്രത്യേകിച്ച് ആ കോൺട്രാക്ടർ പ്രവർത്തനത്തെ പറ്റി പഠിച്ചിരിക്കുന്ന മന്ത്രിക്ക് MLA കൊണ്ട് MLA ആയിട്ട് ചെന്ന് കഴിയുമ്പോൾ 2 വർത്തമാനം പറയാൻ പറ്റൂ? വല്ല മന്ത്രി പറഞ്ഞു പോയാൽ MLA-യോടുള്ള അവഹേളനമായിട്ട്. അതിനും അപ്പുറത്തൊരു വലിയ കാര്യമുണ്ട്. കോൺട്രാക്ടർമാരുടെ ചുമക്കുന്ന ജോലി MLA-മാരുടേതല്ല. MLA-മാർ വർക്ക് പ്രപ്പോസ് ചെയ്യുക, അത് എഞ്ചിനീയർമാർ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക, നമ്മൾ ഗവൺമെന്റ് സമ്മർദ്ദം ചെലുത്തി AS-ഉം DS-ഉം കൊണ്ട് ടെൻഡർ ചെയ്യിക്കുക, ഏത് കോൺട്രാക്ടർ എന്ന കോൺട്രാക്ടർ പണി നടത്തുക. ആ പണി ശരിയാണോ നോക്കാനുള്ള ചുമതല MLA-ക്കും ഉദ്യോഗസ്ഥന്മാർക്കുള്ളത്. ഇവിടെ നമുക്കറിയാം, ഞാൻ പറയും മറ്റൊന്നും വിചാരിക്കും, കോൺട്രാക്ടേഴ്സിന് ഒന്നും എനിക്കൊരു പിണക്കമില്ല. ഞാൻ 1980 മുതൽ ഈ 21 വരെ MLA ആയിരുന്ന ഒരാളാണ്. എനിക്കറിയാം. അതിനിടയ്ക്ക് ചെറിയ ഒരു കാലയളവ് ഞാൻ ആകാതിരുന്നിട്ടുണ്ട്. ഞാനത് ചെയ്യുന്നത് എന്താണെന്ന് അറിയാം. കാരണം കൂടെ പറയാം, വളരെ വ്യക്തമായിട്ട് പറയാം. ഒരിക്കലും ഒരു കോൺട്രാക്ടറും ലാഭക്കൊതിയനല്ല എന്ന് വെക്കണ്ട. ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർ പണിയുന്നത്. അവർ ലാഭം ഉണ്ടാക്കണമല്ലോ. ലാഭമില്ലാതെ പിന്നെ പണിയാൻ പറ്റുമോ? അവർ കുടുംബത്തിലെ കാശെടുത്ത് റോഡ് പണിയാൻ പറ്റുമോ? പക്ഷേ ലാഭക്കൊതിയന്മാരിൽ അമിത ലാഭക്കൊതിയന്മാരുണ്ടാവും. അവർ ചെയ്യുന്ന കച്ചവടം എന്താണെന്നറിയാമോ? ടെൻഡർ ചെയ്ത് കഴിയുമ്പോൾ എഗ്രിമെന്റ് കഴിഞ്ഞ് വർക്ക് അങ്ങ് തണുപ്പിക്കും. വർക്ക് സ്ലോ ചെയ്ത് കഴിഞ്ഞ് അവസാനം ഷെഡ്യൂൾ പുതുക്കി വരുമ്പോൾ ആ ഷെഡ്യൂൾ വെച്ച് കിട്ടണമെന്ന് പറഞ്ഞ് ദീർഘിപ്പിക്കും. MLA-മാർ സ്വാഭാവികമായും ഈ സമയം ദീർഘിപ്പിക്കുന്നതിനെ അനുകൂലിക്കും. ഇങ്ങനെ നഷ്ടം ഉണ്ടാവും. ഇത് MLA-മാർ ചെയ്യേണ്ട വളരെ സ്നേഹത്തോടെ ഇത്തരം MLA-മാരുള്ള അവരുടെ കാര്യങ്ങൾ നടക്കുന്ന വളരെ വിനയത്തോട് പറയട്ടെ. മന്ത്രി സുധാകരൻ, അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയും. ഞാൻ കണ്ട ഏറ്റവും നല്ല പിടിപിടി മന്ത്രിയാണ് സുധാകരൻ. പുതിയ മന്ത്രിയെ പറ്റി പറയാറായിട്ടില്ല.
ആ സുധാകരൻ മന്ത്രിയായിട്ടുള്ള ബന്ധം എനിക്ക് അത്ര. ഞാൻ എന്റെ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും അധികം PWD വർക്ക് നടപ്പാക്കിയത് മന്ത്രി സുധാകരന്റെ കാലഘട്ടത്തിലാണ്. അത് ഞാൻ ചെയ്തത് എന്താണെന്നറിയോ? അല്ല, നമുക്ക് അതിന്റെ ഒരു ഇന്ന് ശ്രീ PC ജോർജ്, ഈ MLA-മാരിൽ ഉണ്ടായ ഒരു പൊതുവികാരം, അത് ഈ കരാറുകാർ അഴിമതിക്കാരാണ്, കരാറുകാർ കള്ളന്മാരാണ്, താങ്കൾ പറഞ്ഞ പോലെ ലാഭപദ്ധതി ഉണ്ടാക്കുന്നവരാണ് എന്നൊക്കെ പറയുമ്പോഴും ഈ MLA-മാർ ഒരു പക്ഷേ അവരുടെ മണ്ഡലത്തിലെ റോഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി മന്ത്രിയെ കരാറുകാർക്കൊപ്പം പോയി കണ്ടെന്നിരിക്കും. അത് അങ്ങനെ മൊത്തത്തിൽ MLA-മാരെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് മന്ത്രി അത് പറഞ്ഞു വെച്ചത് എന്തിന് എന്നുള്ള ചോദ്യവും ചില MLA-മാർ ഉന്നയിക്കുന്നുണ്ട്. പൂർത്തീകരിക്കാൻ സംബന്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നറിയാമോ? മന്ത്രിക്ക് ഞാൻ പരാതി ഇവിടെ ഇന്ന വർക്ക് ശരിയാ സ്പീഡിൽ പോകുന്നില്ല, എനിക്ക് സംശയമുണ്ട്, കോൺഫറൻസ് വിളിക്കണം. മന്ത്രി ഉടനെ എനിക്ക് നോട്ടീസ് തരും, ചീഫ് എഞ്ചിനീയർ കൊടുക്കും, PWD സെക്രട്ടറി കൊടുക്കും, കോൺട്രാക്ടർക്ക് കൊടുക്കും, അവിടുത്തെ ലോക്കൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും AEക്കും ഒക്കെ നോട്ടീസ് കൊടുക്കും. ഒരു കോൺഫറൻസ് നടക്കും. അവിടെ വെച്ച് നമ്മുടെ പരാതി MLA പറയും. അപ്പൊ മന്ത്രിയുടെ കേക്കലാണ്, ഉദ്യോഗസ്ഥന്മാർ ഉത്തരം പറയണം. കോൺട്രാക്ടർ താൻ എന്താണോ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പൊ പണി തീരും, ശരിയായിട്ട് വർക്ക് നടക്കും. ഞാൻ നിങ്ങളെത്തി സുധാകരൻ മന്ത്രിയോട് ചോദിച്ചാൽ എത്രയോ കോൺഫറൻസ് ഞാൻ കൂടി. അതിലെ MLA-മാരെ ഈ കള്ളന്മാരെ ചോദിച്ചു നടക്കുന്ന മര്യാദയാണ്. ഓരോ MLA അത് ചെയ്യാൻ വളരെ വിനയം. നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ MLA-മാരോട് വിനയപുരസ്സരം ഞാൻ പറയുന്നു, നിങ്ങളൊരു കോൺട്രാക്ടറെ ചുമക്കണ്ട. കോൺട്രാക്ടർമാർ മുഴുവൻ കള്ളന്മാരല്ല, മാന്യന്മാരൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് ലാഭക്കൊതിയന്മാരും അമിത ലാഭക്കൊതിയന്മാരും ഉണ്ടാവും. അവർക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന ജോലി നമ്മുടേതല്ല. അവർക്ക് വേണ്ടി ചൂട്ട് പിടിക്കേണ്ടത് MLA-മാരുടെ ജോലിയല്ല, ജനങ്ങളുടെ പ്രതിനിധിയാണ് നമ്മൾ. നമുക്കൊരു നിലയും വിലയും ഉണ്ട്. അത് കോൺട്രാക്ടറെ പുറകെ നടക്കണ്ട. എഞ്ചിനീയറെ വിളിച്ചാൽ MLA വിളിച്ചാൽ എഞ്ചിനീയർ വീട്ടിൽ വരുമല്ലോ, അല്ലെ ഓഫീസിൽ വരുമല്ലോ, അവരോട് സംസാരിക്കാമല്ലോ, അവരോട് പറയാമല്ലോ ഈ കോൺട്രാക്ടർ പോകും ശരിയല്ല, നടപ്പാക്കണമെന്ന്. അയാൾക്ക് പരാതി ഉണ്ടെങ്കിൽ അയാൾ പറയട്ടെ, അത് MLA വന്ന് കണ്ട് പറയട്ടെ, MLA മന്ത്രിയോട് പറയാമല്ലോ, അതല്ലേ ശരി. അതല്ലാതെ കോൺട്രാക്ടറെ ചോദിച്ചുകൊണ്ട് പേരുദോഷം ഉണ്ടാക്കണം. അതിന്റെ ഉദാഹരണങ്ങൾ 100 ഉണ്ട്. അതൊക്കെ പേരുദോഷം ഉണ്ടാക്കാനുള്ളതാണ്, ഞാൻ പറയുന്നില്ല. തിരിച്ചു വരാം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. ഇവിടെ ഇത് ഒരു മന്ത്രി നല്ല ഉദ്ദേശത്തോടു കൂടി ചില കാര്യങ്ങൾ പറയുന്നു. അതായത് എൻ്റെ അടുത്ത് നിങ്ങൾ വരുമ്പോൾ, ജനപ്രതിനിധികളായ നിങ്ങൾ വരുമ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടി ഈ പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്ത റെക്കമെൻഡേഷൻ ഒന്നുമില്ലാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വരിക, സ്വന്തം മണ്ഡലത്തിലെ കാര്യങ്ങൾക്കായി മാത്രം വരിക, നല്ല ഉദ്ദേശമെന്ന് നമുക്ക് പൊതുവെ വിലയിരുത്താം. പക്ഷേ അത് ഈ തരത്തിൽ ചർച്ചയാവുന്നത് ഈ കഴിഞ്ഞ ദിവസം നടന്ന നിയമസഭാ കക്ഷി യോഗത്തിലടക്കം ഈ വിഷയത്തിൽ വിമർശനമുയർന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതോടെയാണ്. ഈ സർക്കാരിൻ്റെ നയമാണ്, മുന്നണിയുടെ നയമാണ് എന്ന് പറയുമ്പോഴും സ്വന്തം മുന്നണിയിലെ MLA-മാർക്ക് മന്ത്രിയുടെ നല്ല ഉദ്ദേശം മനസ്സിലാകാത്ത അവസ്ഥയുണ്ടോ? ആദ്യമേ തന്നെ രഞ്ജിത്ത് രാമചന്ദ്രൻ, ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ ഇങ്ങനെ ഒരു വിമർശനം വന്നു എന്നുള്ളത് ആ യോഗത്തിലെ ഏത് വസ്തുതാപരമായ സ്രോതസ് നിന്നാണ് നിങ്ങൾക്ക് ലഭിച്ചത്? കേരളത്തിലെ മാധ്യമങ്ങൾ തെറ്റായ ഒരു വാർത്ത ഉണ്ടാക്കി ഒരു അനാവശ്യമായ ഒരു യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന രീതിയിലൊരു ചർച്ച നടത്താം. നിയമസഭയിൽ നടന്ന കാര്യം എന്താണ്? നിയമസഭയിൽ IC ബാലകൃഷ്ണൻ വയനാട്ടിൽ അല്ല, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി തെളിവുകളും പുറത്തു വരുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. മാധ്യമങ്ങൾക്ക് അവരുടേതായ സോഴ്സുകളുണ്ട്. അവർ അത്തരത്തിലുള്ള വാർത്തകൾ പലരുമായി സംസാരിക്കുകയും MLA-മാരൊക്കെ ഒരുപാട് പേർ മാധ്യമപ്രവർത്തകരെ ബന്ധമുള്ളവരുണ്ട്. അത്തരം കാര്യങ്ങൾ വെച്ചാണ്. അത് നേരത്തെ PB വാർത്തകൾ പോലും പുറത്തു വന്നിട്ടുണ്ട്. അതും തെറ്റായി തെളിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അതൊക്കെ വീണ്ടും പിന്നീട് പാർട്ടി തന്നെ സമ്മതിച്ച പല സാഹചര്യങ്ങളുണ്ടല്ലോ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. ഇങ്ങനെ മാധ്യമങ്ങൾ പറയുന്ന വാർത്തകളെല്ലാം തെറ്റാണ്, തെറ്റായ സോഴ്സുകളാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് ഒരു പരിധിയില്ല. രഞ്ജിത്ത് രാമചന്ദ്രൻ, നിങ്ങൾക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യാനും അത് വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അതിൻ്റെ വസ്തുതാപരമായ കാര്യം എന്താണ് എന്ന് CPM-നെ പ്രതിനിധീകരിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന നിലക്ക് എനിക്ക് ഈ ചർച്ചയിൽ പറയണം. ശരി, എന്നെയും നമ്മളെല്ലാം കേൾക്കുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ അത് പറയണം. CPM-ന്റെ നിയമസഭാ കക്ഷി യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു. രൂക്ഷമായി 3 MLA-മാര് റിയാസിനെ ആക്രമിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ, പൊലിപ്പിച്ച വാർത്തകൾ, അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ ചർച്ചയൊക്കെ നടക്കുന്നത്. യഥാർത്ഥം സംഭവിച്ച എന്താണ്? നിയമസഭയിൽ IC ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ വയനാട്ടിലെ ചില റോഡുകളുടെ പ്രവൃത്തി നീണ്ടുപോകുന്നത്, കരാറുകാരുടെ പ്രശ്നമൊക്കെ അദ്ദേഹം ഉന്നയിച്ചു. അതിന് മന്ത്രി നൽകിയ മറുപടിയിലാണ് കൃത്യമായിട്ട് കരാറുകാരെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് IC ബാലകൃഷ്ണൻ ഈ നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ചത്. അപ്പൊ അതിന് മറുപടിയായിട്ടാണ് റിയാസ് എന്ത് പറയുന്നത്? മിനിസ്റ്റർക്ക് വളരെ കൃത്യമായിട്ട് പറയുന്നത്, കരാറുകാരുടെ പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിൽ എത്തിക്കേണ്ടത് കരാറുകാരെ കൂട്ടി വന്നിട്ടല്ല. കരാറുകാരെ കൂട്ടി വരുമ്പോൾ കൃത്യമായ രീതിയിൽ അതിന്റെ വിവരങ്ങൾ എടുക്കാൻ മന്ത്രിക്ക് കഴിയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. അത് എന്താണ്?
സ്വന്തം മണ്ഡലത്തിലെ വികസന പദ്ധതികളെ സംബന്ധിച്ചും കരാറുകളെ സംബന്ധിച്ചും മന്ത്രിക്ക് ചിലപ്പോൾ കരാറുകാരനെ കൂട്ടി വരേണ്ടി വരും. അങ്ങനെ കൂട്ടി വരുന്നത് തെറ്റില്ല. പക്ഷെ കരാറുകാരുടെ പ്രതിനിധികളായിട്ട് MLA-മാർ വരുന്നു, മണ്ഡലം വിട്ടുവരുന്നു. ഇത് പാടില്ല എന്നുള്ള ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് നിയമസഭയിൽ അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. നിയമസഭയിൽ പ്രതിപക്ഷത്തു നിന്നോ ഭരണപക്ഷത്തു നിന്നോ ആരും അതിനോ എതിരായിട്ടുള്ള ഒരു വിയോജിപ്പും പ്രകടിപ്പിച്ചതായിട്ട് നമ്മൾ കണ്ടില്ല. എന്ന് മാത്രമല്ല, റിയാസിന്റെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം നിയമസഭയിൽ ഇത് നൽകിയ മറുപടി ഇട്ടിരുന്നു. വളരെ സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു മറുപടി എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരുന്നു. അതിന് ഉള്ള കമന്റുകളിൽ പോലും, റിയാസിന്റെ ഒക്കെ ഫേസ്ബുക്ക് പേജിൽ എത്ര മോശമായ കമന്റുകൾ വരുന്നു, അതിന്റെ കമന്റുകളിൽ പോലും ഏതെങ്കിലും രീതിയിൽ ഒരു MLA-യുടെയോ പ്രതിപക്ഷത്തിന്റെയോ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള വിമർശനവും ഉണ്ടായിരുന്നില്ല. ഇത് വാർത്തയാകുന്നു. ഇപ്പോൾ നമ്മൾ വിവാദപരമായി ചർച്ച ചെയ്യുന്നത് എന്താണ്? ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ ഇങ്ങനെ നടന്നു എന്ന് വാലും തുമ്പിലുമില്ലാത്ത ഒരു വാർത്ത മാധ്യമങ്ങൾ കൊണ്ടുവരുന്നു. മാധ്യമങ്ങൾ അതിനെ കേന്ദ്രീകരിച്ച് ചർച്ചകൾ നടത്തുന്നു. റിയാസ് പറഞ്ഞ കാര്യത്തിൽ കേരളത്തിലെ സാമൂഹ്യ രംഗത്തുള്ള ഇപ്പോൾ തന്റെ നിയമസഭാ അംഗം എന്ന നിലക്കുള്ള ദീർഘമായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണല്ലോ ഇവിടെ PC ജോർജ് നമ്മളോട് സംസാരിച്ച് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത്. എല്ലാവർക്കും അറിയാം കരാറുകാരും ഉദ്യോഗസ്ഥരുമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ട്. അല്ല, അത് അങ്ങനെ ഒരു കൂട്ടുകെട്ടിൽ MLA-മാർ കൂടി ഭാഗവാക്കാകരുത് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഒരു മന്ത്രി. നമുക്കറിയാം, ഈ മാർക്കറ്റ് വില കുറയുമ്പോഴും പുതിയ ഈ പറഞ്ഞതുപോലെയുള്ള ഇൻവോയ്സുകളിട്ട് വലിയ തോതിലുള്ള ബാധ്യത സർക്കാരിന് വരുത്തുന്നു. ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് എന്നൊക്കെ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പറയുകയുണ്ടായി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ. ഇതൊക്കെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സുധാകരൻ ഇരുന്നപ്പോഴും പറയാനും പറഞ്ഞതും നടപ്പിലാക്കാനും ശ്രമിച്ച കാര്യങ്ങളാണ്. അത് അദ്ദേഹത്തിന് ആ വിഷയം സാധിച്ചിരുന്നില്ല കാര്യമായി. അതല്ലേ മനസ്സിലാക്കേണ്ടത്. വീണ്ടും ഒരു മന്ത്രി വന്ന് ഇത് തന്നെ പറയുകയാണ്. ഈ 5 വർഷം 6-ാം വർഷം ആകുമ്പോഴും തുടർച്ചയായുള്ള സർക്കാരിന്റെ ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിലുള്ള കൂട്ടുകെട്ട് അല്ലെങ്കിൽ അവിശുദ്ധ കൂട്ടുകെട്ട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ അത് നിർത്താൻ കഴിയുന്നില്ല എന്ന് സമ്മതിക്കുകയാണ് അദ്ദേഹം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായ കാര്യങ്ങൾ തന്നെ അതിന് തുടർച്ചയായി വരുന്നൊരു സർക്കാരിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അല്ല രഞ്ജിത്ത്, ദയവ് ചെയ്ത് അങ്ങനെ വ്യാഖ്യാനിച്ച് ഉറപ്പിക്കാൻ ശ്രമിക്കില്ല. സുധാകരൻ കേരളം കണ്ട ഏറ്റവും ശക്തനായ, ഈ വകുപ്പ് ഏറ്റവും ശുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്ത, ഈ വകുപ്പിലെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് എല്ലാ വികസന പ്രവർത്തനങ്ങളും കൃത്യമായി നടത്താൻ നേതൃത്വം കൊടുത്ത മന്ത്രിയാണ്. സുധാകരന്റെ കാലത്ത് അഴിമതി ഉണ്ടായിട്ടില്ല. ഇനി പുതിയ 2ാം പിണറായി സർക്കാർ വരുമ്പോൾ ആ സർക്കാരിലും അഴിമതി ഉണ്ടാവരുത്. ആ അഴിമതി ഉണ്ടാകാതിരിക്കുന്ന നിരന്തരമായ ജാഗ്രതയും നടപടിക്രമങ്ങളിലെ സുതാര്യതയുമാണ്. ആ നടപടിക്രമങ്ങളിൽ പാലിക്കേണ്ട സുതാര്യതയെക്കുറിച്ചാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റിന് വേണ്ടി, തുക കൂട്ടിക്കൊടുക്കുന്നതിന് വേണ്ടി ഒക്കെ കരാറുകാർ മന്ത്രിമാരെ സമീപിക്കുന്നത് ഒരു സമ്പ്രദായമായി നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ജനപ്രതിനിധി ഇത്തരം നീക്കങ്ങൾക്ക് ഈ കരാറുകാരുടെ കൂടെ നിൽക്കാൻ പാടില്ല എന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. കേരളത്തിലെ ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ വികസനത്തിന്റെ സുതാര്യത ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായമാണ് റിയാസിലൂടെ പുറത്തു വന്നത്. തിരിച്ചു വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഒപ്പം ശ്രീ PC ജോർജ്, സി എന്തെല്ലാം തുടരുന്നുണ്ട്. അതിനു മുൻപ് ശ്രീ KM അക്ബർ, അദ്ദേഹം കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. ശ്രീ അക്ബർ, ഈ മന്ത്രിക്കെതിരെ നിങ്ങളുടെ രൂക്ഷ വിമർശനം ഈ പ്രസ്താവന പുറത്തു വന്നതിന് ശേഷം ഉണ്ടായിരുന്നു. കരാറുകാർ കള്ളന്മാരും പിടിച്ചുപറിക്കാരുമല്ല, വിവരമില്ലാത്ത ഒരു മന്ത്രിയാണ് എന്ന രീതിയിൽ പോലും നിങ്ങളുടെ പ്രതിനിധികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയുണ്ടായി. നേരത്തെ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതുപോലെ സുധാകരൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയും അദ്ദേഹം വലിയ തോതിൽ ഈ വിഷയങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇപ്പോൾ അതിനുശേഷമുള്ള മന്ത്രിയും അത്തരത്തിൽ ചില ശ്രമങ്ങൾ നടത്തുന്നു, ചില അവിശുദ്ധ ബന്ധങ്ങൾ അവസാനിപ്പിക്കാൻ എന്ന് കരുതിയാൽ പോരെ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ? ഇത് രഞ്ജിത് ഭായി, അതല്ല, ഇതില് ഒരു ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രഗത്ഭനായ ഒരു ചെറുപ്പക്കാരനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിൽ നിന്ന് കേരളവും കരാറുകാരും ഈ പൊതുമരാമത്ത് വകുപ്പ് എല്ലാം വളരെ അധികം പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്താണ്, ആ വകുപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിച്ച് അദ്ദേഹം പഠിച്ചു വരുന്ന സമയത്താണ് അദ്ദേഹം കേരളത്തിലെ ഗവൺമെന്റ് കരാറുകാരെ വളരെ കൊള്ളക്കാരും കള്ളന്മാരുമായി ചിത്രീകരിച്ചുകൊണ്ട് കരാറുകാരുടെ ആവശ്യങ്ങൾ അല്ല ശരിക്കും വേണ്ടത്, ആ മണ്ഡലത്തിൽ നടക്കുന്ന പ്രവൃത്തികളുടെ ആവശ്യത്തിനനുസരിച്ചാണ് MLA-യുടെ കൂടെ കരാറുകാരൻ മന്ത്രിയെ കാണാൻ പോകുന്നതും അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും. അതിന് അദ്ദേഹം മറ്റു രീതിയിലുള്ള അർത്ഥം നൽകിക്കൊണ്ട് കേരളത്തിലെ കരാറുകാരെ കൊള്ളക്കാരാക്കിക്കൊണ്ട് തൊട്ടുകൂടാ തീണ്ടിക്കൂടാ എന്ന് പറയുന്നത് പോലെ അവരെ അടുപ്പിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള പ്രസ്താവന നടത്തിയത് വളരെ അപലനീയമാണ്. കേരളത്തിലെ കരാർ സമൂഹം അതിനെല്ലാം വളരെ പ്രതിഷേധം അതിൽ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ എല്ലാ മന്ത്രിമാരും എല്ലാ രാഷ്ട്രീയക്കാരും ഏറ്റവും കൂടുതൽ അഴിമതിക്കാരുള്ളത് രാഷ്ട്രീയത്തിലാണ്. എന്നാൽ ആ രാഷ്ട്രീയക്കാർ എന്നും വെണ്ണ പൂശാൻ വേണ്ടി കരാറുകാരെ ചെണ്ടയായി ഉപയോഗിച്ചുകൊണ്ട് പോകുന്നവർക്കെല്ലാം കൊട്ടാനുള്ള ചെണ്ടയായി കേരളത്തിലെ കരാറുകാരൻ നിന്നു കൊടുക്കേണ്ട അവസ്ഥയാണ് ഇന്നുള്ളത്.
കാരണം കേരളത്തിലെ കരാറുകാർ എന്നല്ല, ഉദ്യോഗസ്ഥന്മാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, എല്ലാ മേഖലകളിലും അഴിമതിയും പിന്നെ സ്വജനപക്ഷപാതവും എല്ലാം നടക്കുന്നുണ്ട്. അതിനെതിരെ അന്വേഷിച്ച് നടപടിയെടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റുകൾക്ക് നടപടിയെടുക്കാനുള്ള പിന്നെ സംവിധാനങ്ങളുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നതുണ്ട്. പക്ഷേ അടച്ചാക്ഷേപിച്ചുകൊണ്ട് കേരളത്തിലെ കരാറുകാരെ എല്ലാം കൊള്ളക്കാരാക്കി, കള്ളന്മാരാക്കി ചിത്രീകരിക്കുന്നത് വളരെ ഇത്തരം മോശമായ സ്വാധീനം പ്രവണതയാണ്. ചെലുത്താൻ ഈ MLA-മാരുമായി ഒക്കെ അടക്കമുള്ള ബന്ധം ഉപയോഗിക്കുന്ന ചില കരാറുകാരെങ്കിലും ഉണ്ടാകാം. അതിന് 1, 2, 3 പേരുണ്ടെങ്കിൽ അതിനെ നിങ്ങളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല എന്നാണ് അസോസിയേഷൻ നിലപാടല്ലേ? അല്ല, അതേ ഞാൻ പറഞ്ഞത്. ഈ MLA-മാർ അവരെ മണ്ഡലത്തിൽ നടക്കുന്ന വർക്കുകളുമായി ബന്ധപ്പെട്ട് ഡിലേ വരുമ്പോൾ അവർ കരാറുകാരെ വിളിച്ച് അന്വേഷിക്കുകയും അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കരാറുകാർ പറയുമ്പോൾ അത് മന്ത്രിക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളായതുകൊണ്ട് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ, കാരണം സ്ഥലം എടുത്തിട്ടില്ല, പോസ്റ്റ് മാറ്റിയിട്ടില്ല, യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് നടത്തിയിട്ടില്ല, മരം മുറിച്ചിട്ടില്ല, കരാറുകാരന്റെ കാരണം കൊണ്ടല്ലാതെ പ്രവർത്തികൾ നീണ്ടുപോകുന്ന കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ആ ജനപ്രതിനിധികൾ ഞങ്ങളെ വിളിച്ച് അന്വേഷിക്കുകയും അവർ അന്വേഷിക്കുമ്പോൾ കാര്യങ്ങൾ അവരെ ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ അടുത്ത് പോയി വിവരം ധരിപ്പിച്ച് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരു കള്ളത്തരമാണെന്ന് പറയുന്നത് വളരെ വിരോധാഭാസമാണ്. കാരണം ഈ എല്ലാ മന്ത്രിമാർ വന്നാലും നേരത്തെ രഞ്ജിത്ത് തന്നെ പറഞ്ഞു, കഴിഞ്ഞ 5 വർഷവും സുധാകരൻ മിനിസ്റ്റർ നല്ല മന്ത്രിയായി എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ എന്ത് ചാനലുകളെ കണ്ടാലും വാർത്താ മാധ്യമങ്ങളെ കണ്ടാലും കരാറുകാരൻ കള്ളന്മാരാണ്, ഉദ്യോഗസ്ഥർ കള്ളന്മാരാണ് എന്ന് പറഞ്ഞ് നടക്കുകയല്ലാതെ ഈ 5 വർഷം കഴിഞ്ഞിട്ടും ഇതിന്റെ മുമ്പ് മറ്റു ഭരണങ്ങൾ ഉണ്ടായിട്ടും എന്നും കരാറുകാരൻ കള്ളന്മാരാവാൻ കാരണം ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കരാറുകാരല്ല, കേരളത്തിലെ കരാറുകാരുടെ അസോസിയേഷൻ അല്ല, ഇതെന്നും കൈകാര്യം ചെയ്യുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. അതിന്റെ ഉത്തരവാദികൾ എങ്ങനെയാണെങ്കിൽ അവരാണ്, എല്ലാ കരാറുകാരല്ല. അതിൽ അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ അത് സാങ്കേതിക പ്രശ്നങ്ങൾ. CR നീലകണ്ഠൻ, ഈ വിഷയം എത്ര ഗൗരവതരമായാണ് താങ്കൾ കാണുന്നത്? കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സുധാകരൻ കരാറുകാർക്കെതിരെ നിരവധി തവണ നേരത്തെ നമ്മളൊക്കെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഴിമതിക്കാരാണ്, അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്, ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്പം കൂടി കടന്ന് MLA-മാർക്കും ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് മന്ത്രി, നിങ്ങൾ കരാറുകാരെ കൂട്ടി എന്നെ കാണാൻ വരണ്ട. അതിന് MLA-മാർക്ക് ചില ന്യായങ്ങളുണ്ട്. ഇപ്പോൾ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കുമെന്ന് K. ബാബു പ്രതിപക്ഷ MLA പറയുകയാണ്. MLA-മാരെ മൊത്തം അപമാനിക്കുന്നു, അപകീർത്തി ഉണ്ടാക്കുന്ന പരാമർശം ഉണ്ടാകുന്നു. അങ്ങനെ കടത്തി പറയേണ്ട കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ ഈ ജനപ്രതിനിധികളും കരാറുകാരുമായുള്ള ബന്ധത്തിൽ? അല്ല, ഒന്നാമത്തെ കാര്യം, ഈ മന്ത്രിയുടെ പ്രസ്താവന ഇൻ ഇഫക്റ്റ് ഡിഫാക്റ്റോ നമ്മളത് അംഗീകരിക്കേണ്ട പ്രസ്താവന തന്നെയാണ്. കാരണം കേരളത്തിൽ ഉദ്യോഗസ്ഥരും കരാറുകാരും രാഷ്ട്രീയക്കാരും ചേർന്ന ത്രികോണം കേരളത്തിൽ മാത്രമല്ല മിക്കവാറും രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ വലിയ തോതിൽ പൊതുപണം ചോർത്തുന്നുണ്ട് എന്നത് ഒരു രഹസ്യമല്ല, നമുക്കൊക്കെ അറിയാം. പല കേസുകളിൽ പാലാരിവട്ടം പാലായാലും അതുപോലെയുള്ള കാര്യങ്ങളായാലും ഈ ത്രികോണത്തിൽ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് MLA ഇടപെടരുത് എന്നാണ് മന്ത്രി ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു തെറ്റുമില്ല. മന്ത്രി പറഞ്ഞത് വളരെ ശരിയുമാണ്. പക്ഷെ മന്ത്രി നേരത്തെ ഇവരൊക്കെ പറഞ്ഞതുപോലെ മന്ത്രി കോൺട്രാക്ടർമാരെ കൂട്ടിപ്പോണോ കൂട്ടാണ്ട് പോണോ എന്നുള്ളതല്ല. നിരവധി കാര്യങ്ങൾ ഒരു മണ്ഡലത്തിൽ ഈ ചാർജ് കൂട്ടലോ എക്സസ് കൊടുക്കലോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഷെഡ്യൂൾ മാറ്റലോ ഒന്നും അല്ലാതെ കാര്യങ്ങൾ ഉണ്ടാവും. ആ കാര്യങ്ങൾക്ക് മന്ത്രി ചെല്ലരുത് എന്ന് മന്ത്രിയുടെ അടുത്ത് MLA ചെല്ലരുത്, ചിലപ്പോൾ കരാറുകാരനെ കൂട്ടേണ്ടി വരും. നേരത്തെ അക്ബർ പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മണ്ഡലത്തിൽ 2 വർക്കുണ്ട് ഒരു കരാറുകാരനെങ്കിൽ ഒരു വർക്കിന്റെ പണം കിട്ടിയിട്ടില്ലെങ്കിൽ കരാറുകാർ വരും, എനിക്ക് ആ പണം കിട്ടിയാലേ അത് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ വരുമ്പോൾ ആ വർക്കിന്റെ അടുത്ത് കൊണ്ടുവരും. ചിലപ്പോ മന്ത്രിയോട് പറഞ്ഞ് ആ പൈസ കൊടുപ്പിക്കുക, കാരണം എന്നാലേ എന്റെ 2ാമത്തെ വർക്ക് നടക്കുള്ളൂ എന്നൊക്കെ ഉണ്ടാവാം. ഞാനതില്ല എന്ന് പറയുന്നില്ല, എല്ലാ MLA-മാരും കള്ളന്മാരാണോ എല്ലാ കരാറുകാരും കള്ളന്മാരാണെന്നൊന്നും പറഞ്ഞ് അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ പ്രശ്നം റിയാസ് എന്നുള്ള മന്ത്രി, അദ്ദേഹത്തിന്റെ മെറിറ്റ് നമുക്ക് കാണാൻ പോകുന്നുള്ളൂ. അദ്ദേഹം ഇത് പറയുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ ഇക്കാര്യത്തിൽ വന്നിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്ത് ക്ലിയർ ആക്കിയാണ് പറയേണ്ടത്. കാരണം എന്താ വെച്ചാൽ, ഇപ്പോ സ്വന്തം വർക്കിന് വേണ്ടി കോൺട്രാക്ടറെയും കൂട്ടി ഒരിക്കലും വരരുത് എന്നല്ല പറയേണ്ടത്. ഏത് കാര്യത്തിന് വരരുത്? സർക്കാരിന് ഒരു അഴിമതി ഉണ്ടാകുന്ന ഒരു കാര്യത്തിൽ വരരുത്. അഴിമതി ഇല്ലാത്ത കാര്യത്തിൽ നിങ്ങൾ ആരെയും കൂട്ടി വരാം, ഇതിനെയും കൂട്ടി വരേണ്ടി വരും, ചിലപ്പോൾ എഞ്ചിനീയറെയും കൂട്ടി വരേണ്ടി വരും, ചിലപ്പോൾ. കാരണം ഇത് MLA-ക്ക് അവകാശമുണ്ട്. MLA എന്നുള്ള നിലയ്ക്ക് വലിയൊരു റെസ്പെക്ട് അത് പ്രതിപക്ഷത്തെയായാലും ഭരണപക്ഷത്തെയായാലും കൊടുക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ MLA-മാർ അവകാശ ലംഘനം പറയുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു പ്രശ്നമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ചുകൂടി വിശദീകരിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ശ്രീ CR നീലകണ്ഠൻ. അതായത് സ്വന്തം മണ്ഡലത്തിലെ കാര്യവുമായി ബന്ധപ്പെട്ടല്ല പല MLA-മാരും വരുന്നത്, മറ്റു മണ്ഡലങ്ങൾ, അതായത് അതിർത്തി കടന്നുള്ള പ്രവർത്തനം നടത്തുന്നതിനാണ് താൻ വിമർശിക്കുന്നത് എന്നാണ്.
അല്ല അത് ഞാൻ പറഞ്ഞ അത് അങ്ങനെ ഓരോന്ന് വരുമ്പോഴാണ് ക്ലാരിറ്റി വരിക. അദ്ദേഹം നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയാണ് ഇപ്പൊ ചോദ്യം ചെയ്യപ്പെടുന്നത്. അദ്ദേഹം അതിനുശേഷം കൂടുതൽ ക്ലാരിറ്റി വരുന്നു. അപ്പോ എന്തുകൊണ്ട് അങ്ങനെ ക്ലാരിറ്റി വരേണ്ടത്? ഏറ്റവും ക്ലിയർ ആയി പറയേണ്ട സ്ഥലം നിയമസഭയിൽ, ഏറ്റവും സംശയരഹിതമായി മറുപടി പറയേണ്ട സ്ഥലം ഏതാ? റെക്കോർഡുള്ള സ്ഥലം നിയമസഭയാണ്. അവിടെ അദ്ദേഹം അത് ക്ലാരിഫൈ ചെയ്യായിരുന്നു. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് അത് ക്ലിയർ ആക്കായിരുന്നു. ഞാൻ MLA-മാരെ എന്നെ കാണാൻ വരരുതെന്നോ കോൺട്രാക്ടർമാരെ കൂട്ടി വരരുതെന്നോ പോലും അല്ല. കാരണം എന്താ വെച്ചാൽ ഇത് പറയുമ്പോ ഒരു പ്രശ്നമുണ്ട്. അതാണ് രഞ്ജിത്ത് ഞാൻ കാണുന്നത്. ഈ മന്ത്രിയെക്കുറിച്ചും പല മന്ത്രിമാരെ കുറിച്ചും പലരെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഒരു PR വർക്കാണ് ഇതിനകത്ത് ചെയ്യുന്നതെന്നാണ്. ഈ മന്ത്രി നന്നായി ചെയ്യോ, സുധാകരനേക്കാൾ നന്നാവട്ടെ, കാരണം ചെറുപ്പക്കാരനെ കുറച്ചുകൂടിയാണ്. പക്ഷേ നന്നാവില്ലയോ എന്നൊക്കെ കാണാതിരിക്കുന്നുള്ളൂ. ഇതുവരെ അദ്ദേഹം തന്റെ ഈ വർത്തമാനത്തിലല്ലാതെ പ്രവൃത്തിയിലൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ റോഡിന്റെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. അത് ഇത് മാത്രമല്ല, സർക്കാരിന്റെ കാശില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതൊക്കെ ഉണ്ട്. മന്ത്രി മാത്രമൊന്നുമല്ല അതിൽ ഉത്തരവാദി. സർക്കാരിന് കാശില്ല, നിരവധി വർക്ക് കൊടുക്കാനില്ല, അതൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോ ഇപ്പൊ തന്നെ ഞാൻ ഭയങ്കര സത്യസന്ധനാണ്, ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ പറയേണ്ട കാര്യമില്ല, അത് പ്രൂവ് ചെയ്യാനാണ് പറയണമെങ്കിൽ ഒന്ന്. രണ്ട്, രഞ്ജിത്ത് ആദ്യം ഉന്നയിച്ച കാര്യമുണ്ട്. ഇതിപ്പോ കുഞ്ഞിക്കണ്ണൻ ഇത് നടന്നില്ലോ എന്നൊക്കെ ചോദിച്ചാലും അത് രഞ്ജിത്ത് തന്നെ പറഞ്ഞൊരു മറുപടി ഉണ്ട്. പോളിറ്റ് ബ്യൂറോയിലെ മീറ്റിംഗിലെ കാര്യങ്ങൾ നമ്മളിവിടെ അറിയാറുണ്ട്, ആ കാര്യം അറിയാറുണ്ട്, അതുകൊണ്ട് അറിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കഥയല്ല. അങ്ങനെ പറഞ്ഞുവെങ്കിൽ അവിടെയാണ് ഈ അദ്ദേഹത്തിന്റെ ക്ലാരിഫിക്കേഷനിൽ ഒരു പോയിന്റ് ഉള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമാണിത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയം ഇതാണെന്ന് പറഞ്ഞാൽ പിന്നെ കെ ബാബുവിനോ PC ജോർജിനോ ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് MLA-മാർക്കോ ആർക്കും ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഇല്ല. പക്ഷെ അപ്പൊ ആർക്കത് ബാധകമാവുക? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം ബാധകമാവുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാർക്കാണ്. അപ്പൊ അത് ആർക്കാ മെസ്സേജ്? ആ മെസ്സേജ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വാർത്തയും ഇതും കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിൽ പ്രസക്തമാവുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ക്ലിയർ ആക്കുക, മന്ത്രി ക്ലിയർ ആക്കി കൂടുതൽ ക്ലിയർ ആക്കുക. MLA-മാർ അടച്ച് അങ്ങനെ ഒരു ക്ലാരിറ്റി കുറവുണ്ടോ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ? കാരണം CPM-ലെ ഒരു പാർട്ടി വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഒരു ഘട്ടത്തില്. മറ്റൊന്ന്, ഈ MLA-മാർക്ക് മന്ത്രിയെ കാണാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ റോഡ് പണിയുമായൊക്കെ ബന്ധപ്പെട്ട് ജനങ്ങളോട് ഉത്തരവാദിത്തം പറയേണ്ടവരാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പണം റിലീസ് ചെയ്യാത്ത വിഷയങ്ങളുണ്ടാകും, അദ്ദേഹം തന്നെ എടുത്ത 1-2 വർക്കുകൾ ഉണ്ടാകും, ഇത് പണം കിട്ടിയാലേ അത് പൂർത്തീകരിക്കാൻ സാധിക്കും നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവരെ കൂട്ടി ചെന്ന് കണ്ടു കളയാം എന്ന് പറഞ്ഞത് തെറ്റാണോ? തെറ്റാണ് രഞ്ജിത്ത്, ഞാൻ തുറന്നു പറയാൻ തെറ്റാണ്. ഇപ്പൊ CR പറഞ്ഞു 2 വർക്കുണ്ട്, ഒരു വർക്ക് തീർന്നു, അതിന് കാശ് കിട്ടിയാലേ ഈ വർക്ക് ചെയ്യണമെന്ന്. അങ്ങനൊന്നും PWD കോൺട്രാക്ട് പറഞ്ഞിട്ടില്ല. അതൊക്കെ അബദ്ധമാണ് പറയുന്നത്. അത് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയുക. അതായത് ഇന്ന് കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി ഒരു ബില്ല് റോഡിന്റെ പണി തീർത്ത് ബില്ല് കൊടുത്തിരിക്കുന്നു, സബ്മിറ്റ് ചെയ്തിരിക്കുന്നു. ആ ബില്ല് കൊടുത്തതിന് ശേഷമേ 2-ാം തീയതി സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ബില്ല് കാശ് കൊടുക്കുള്ളൂ. പിന്നെ എന്തിനാ ബില്ലിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മന്ത്രിയെ സമീപിക്കുന്നത്? മന്ത്രിക്ക് അധികാരമില്ല ഇത് കൊടുക്കാൻ. നമ്മുടെ സുധാകരൻ മന്ത്രിയുടെ കാലത്ത് തന്നെ ഓർഡർ ഇട്ടിട്ടുണ്ട്, സ്പെഷ്യൽ ഓർഡർ ഇല്ല. അതായത് ഏപ്രിൽ 1-ാം തീയതി പണി തീർത്ത് കൊടുത്ത ബില്ല് ഇവിടെ ഗവൺമെന്റിൽ കിടക്കുമ്പോൾ 3-ാം തീയതിക്ക് ബില്ല് കൊടുക്കാൻ നടക്കില്ല. അതുകൊണ്ട് 2-ാമത്തെ റോഡ് ടെൻഡർ ചെയ്യാൻ പണം കൊണ്ട് എടുത്താൽ മതിയില്ലേ, എടുക്കേണ്ട അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത് സ്വാഭാവിക ഡിലേ വരാവുന്ന കാര്യമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, മന്ത്രിമാരെ പോയി എന്തിനാണ് MLA-മാര് കാണുന്നത്? നാടിന്റെ വികസന പ്രവർത്തനത്തിനാണ്, അല്ലാതെ ചില്ലറ മേടിക്കാനല്ല, അതിന് കമ്മീഷൻ പഠിക്കാനുമല്ല. ഞാൻ ആ കോൺട്രാക്ടർ പറഞ്ഞ ഒരു കാര്യത്തോട് യോജിക്കുന്നു. PWD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റാണ് ഏറ്റവും കൂടുതൽ പൊതുപ്രവർത്തകരെ കുറ്റക്കാരാക്കുന്നത്, അഴിമതിക്കാരാക്കുന്നത്. ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനം നടക്കണമെങ്കിൽ എളുപ്പമാർഗം കാഴ്ച മേടിക്കാൻ ഇവരാണ്. 10,000 10,500 മേടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കുണ്ടാവും. അത് 5 ലക്ഷമായും 10 ലക്ഷമായി പോകുന്നുണ്ട്. അവിടെയാണ് കുഴപ്പം. അത് ഞാൻ മധ്യകാതർ പറഞ്ഞതൊന്നും ഞാൻ തർക്കിക്കാല്ല, നമ്മുടെ കോൺട്രാക്ടർ അസോസിയേഷൻ പറഞ്ഞത് ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത്തരം കാര്യങ്ങളിൽ MLA-മാർ സ്വല്പം മാന്യത പുലർത്തണം. MLA എന്ന വർഗത്തിന്റെ അഭിമാനം രക്ഷിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. ഭരണകക്ഷിയും പ്രതിപക്ഷം, CR പറഞ്ഞ പോലെ ഭരണകക്ഷിയും പ്രതിപക്ഷം ഒന്നുമില്ല, 140 തുല്യമാണ്. അല്ലാതെ നിയമസഭയ്ക്കകത്ത് 140 തുല്യമാണ്. ഭരണകക്ഷിയും പ്രതിപക്ഷം എന്നൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പുറത്ത് പറയാം. നിയമസഭയ്ക്കകത്ത് നിയമപരമായി തുല്യമാണ്. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പൊ ഒരു ഉദാഹരണം, ഞാൻ 1996 ഓർക്കുക, അന്ന് ഒരു പാട്ട മെറ്റലിന് 3 രൂപയാണ്. 3 രൂപ 3.5 രൂപ, കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ ഒരു പാട്ട മെറ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാ? 2.5 കുബിക്കടിയാ. ഒന്ന് ആലോചിച്ചോണം. ഇന്ന് ഷെഡ്യൂൾ പുതുക്കുക. ഈ ഷെഡ്യൂൾ പുതുക്കുമ്പോഴാണ് മന്ത്രിമാർ കാശുണ്ടാക്കുന്നത്. ആ ഷെഡ്യൂൾ പുതുക്കി ഇപ്പൊ എത്രയായി? ഇപ്പൊ ഒരു ക്യൂബിക്കടി മെറ്റലിന് 60 രൂപ വരെ പോരെ? ഏത് അങ്ങനെ ആ കണക്കാണെങ്കിൽ 60 120 150 ഒരു പാട്ട മെറ്റലിന്. മനസ്സിലായോ?
അപ്പൊ സ്വാഭാവികമായി ഇങ്ങനെ വർദ്ധിക്കുക. ഈ ഷെഡ്യൂൾ പുതുക്കലൂടെയാണ് കേരളത്തിലെ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ തകർത്തിരിക്കുന്ന അഭിപ്രായക്കാരനെ. കാരണം എന്താ, ഈ മെറ്റലിന് വില വർദ്ധിക്കും, അല്ലെ മണ്ണെടുക്കുന്നതിന് വില വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ, ചാറി വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ അത് ജീവിതത്തിന് എല്ലാ മേഖലയും വരും. അത് അരിക്ക് വില വർദ്ധിക്കും, പയറിന് വർദ്ധിക്കും, പരിപ്പിന് വർദ്ധിക്കും, മാംസത്തിന് വർദ്ധിക്കും, മുഴുവൻ വില വർദ്ധിക്കും. നമ്മുടെ പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുന്നതിന് തുല്യമാണ് PWDയിലെ ഷെഡ്യൂൾ പുതുക്കൽ. അത് സ്വാഭാവികമായി സംഭവിക്കും. പക്ഷെ വേറൊരു കാര്യം, പെട്രോളും ഡീസലും വില വർദ്ധിപ്പിച്ച് ഇങ്ങനെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഷെഡ്യൂൾ പുതുക്കാതിരിക്കാൻ പറ്റാതാവും. അപ്പൊ ചെയ്യാൻ കഴിയുന്നത് മുഖ്യമന്ത്രി തന്നെ നേതൃത്വം ഷെഡ്യൂൾ പുതുക്കെന്ന് പറഞ്ഞത് അത് PWD മന്ത്രി തന്നെ ചെയ്യാതെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ധനകാര്യമന്ത്രി ഉൾപ്പെട്ടുകൊണ്ട്, അതുപോലെ പെട്രോൾ ഡീസൽ വിലയായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ കൊടുക്കാം എന്ന് കണക്കാക്കി ഷെഡ്യൂൾ പുതുക്കണം. വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ രഞ്ജിത്തെ പറയട്ടെ, വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, ഒരു കോൺട്രാക്ട് കൊടുക്കുമ്പം അതിന് കാലാവധി ഒരു കൊല്ലം അല്ലെ 2 കൊല്ലത്തൊക്കെ വർക്ക് തീരണമെന്ന്. ആ 2 കൊല്ലത്തിനകം ഷെഡ്യൂൾ പുതുക്കിയാൽ എന്ത്? അവ ഈ മുഴുവൻ കോൺട്രാക്ടേഴ്സിന് കുഴപ്പമാണ്. 1 കൊല്ലം കഴിഞ്ഞ് പണി പൂർത്തീകരിച്ചില്ല, അപ്പൊ 2 കൊല്ലം 1 കൊല്ലം കൂടെ ഉണ്ടല്ലോ, അത് നോക്കിയിരിക്കുമ്പോൾ ഷെഡ്യൂൾ പുതുക്കുകയാണ്. സ്വാഭാവികമായിട്ട് ആ ഷെഡ്യൂൾ കിട്ടണ്ടേ? അതൊരിക്കലും ഉണ്ടാകണം. ഒന്നാമത് 1 കൊല്ലം കൊണ്ട് തീർക്കാനുള്ള വർക്ക് തീർക്കാതെ വീണ്ടും ഷെഡ്യൂൾ പുതുക്കാൻ നോക്കി നിന്നിട്ട് അതിന്റെ കാശ് മേടിക്കാൻ ശ്രമിക്കുന്ന കോൺട്രാക്ടർമാരുണ്ട്. അത് അനുവദിക്കാൻ പാടില്ല. 1 കൊല്ലം എന്ന് പറഞ്ഞാൽ 1 കൊല്ലം പൂർത്തീകരിച്ചില്ലെങ്കിൽ അപ്പോഴേ ആ കോൺട്രാക്ട് ഡിസ്കണ്ടിന്യൂ അനുവദിച്ച് വേറെ ടെൻഡർ ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ള സ്ട്രിക്റ്റ് ആയ നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഇത് രക്ഷപ്പെടൂ. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ശ്രീ CR നീലകണ്ഠനൊപ്പം ശ്രീ KM അക്ബർ. വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയിലേക്ക്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, നേരത്തെ ശ്രീ PC ജോർജും ശ്രീ നീലകണ്ഠനും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ച് കാണും. ഒപ്പം ഈ അഴിമതിക്കാരായ കരാറുകാർക്ക് ശുപാർശയുമായി വരുന്ന MLA-മാർ എന്ന ധ്വനി അദ്ദേഹത്തിന്റെ പരാമർശത്തിലുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. ഇന്ന് PT തോമസും ഒപ്പം K ബാബുവും ഒക്കെ പറഞ്ഞത് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകും പ്രതിപക്ഷം നിയമസഭ അടുത്ത ദിവസം കൂടുമ്പോൾ. അത്തരത്തിൽ MLA-മാരെ അപമാനിച്ചു മന്ത്രി എന്നാണ്. രഞ്ജിത്തെ, നിയമസഭയിലാണ് മിനിസ്റ്റർ ഈ കാര്യങ്ങൾ പറഞ്ഞത്. നിയമസഭയിൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, എല്ലാ അംഗങ്ങളും ആ പ്രസ്താവനയുടെ ഒരു സെൻസിനെ ചോദ്യം ചെയ്തില്ല. സെൻസ് വളരെ കൃത്യമാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ ആ സെൻസ് എന്താണ്. അദ്ദേഹം വളരെ ഇന്ന് കൃത്യമായി നൽകിയ വിശദീകരണവും അതാണ്. ഞാൻ സ്വന്തം നിയോജക മണ്ഡലത്തിലെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട കരാറുകാരുമായി വരുന്ന പ്രശ്നമല്ല പറഞ്ഞു, മറ്റ് നിയോജക മണ്ഡലത്തിലെ കരാറുകാരെ പദ്ധതികൾ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ആളുകളെ കൂട്ടി വരുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് വളരെ ശരിയായ ഒരു കാര്യമാണ്. അതിനെന്തിനാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്? അപ്പൊ നിയമസഭയിൽ മുഴുവൻ MLA-മാരെ അപമാനിക്കുകയല്ല അദ്ദേഹം ചെയ്ത്. ഒട്ടും പാടില്ലാത്ത നമ്മുടെ ഒരു ജനാധിപത്യ പ്രക്രിയക്കകത്ത് സുതാര്യമല്ലാത്ത ഒരു രീതിയാണ് കരാറുകാരെ റെപ്രസെന്റ് ചെയ്ത് MLA-മാർ മന്ത്രിയെ കാണുന്നത്. സ്വന്തം മണ്ഡലത്തിലെ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടല്ല, പൊതുവെ കരാറുകാർ എന്നുള്ള പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. ഇവിടെ ഈ കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ അക്ബർ പറഞ്ഞു മന്ത്രി കരാറുകാരെ വല്ലാതെ ആക്ഷേപിച്ചു. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. കരാറുകാരോട് വളരെ അനുഭാവപൂർവ്വം നിലപാട് സ്വീകരിച്ച ഒരു സർക്കാരാണ്, മിനിസ്റ്ററാണ് ഇത്. അക്ബറിന് തന്നെ അറിയാലോ, കോവിഡ് സാഹചര്യമൊക്കെയായി ബന്ധപ്പെട്ട് ലൈസൻസ് പുതുക്കുന്നതൊക്കെ പല കരാറുകാർക്കും നടക്കാതെ പോയ കാര്യം. ആ വിഷയം മിനിസ്റ്ററുടെ മുമ്പിൽ എത്തിയപ്പോൾ എന്താ മിനിസ്റ്റർ എടുത്ത നിലപാട്? കൃത്യമായി വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് കാലാവധി നീട്ടിക്കൊടുത്തു. കരാറുകാര് ഒരു തൊഴിൽ ചെയ്യുന്നവരാണ്, അവർക്ക് ജീവിക്കണം, അവർ ചെയ്യുന്ന ബിസിനസ്സിന് അവർക്ക് ന്യായമായ ലാഭം കിട്ടണം എന്ന കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിന്റെ ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ, ഉദ്യോഗസ്ഥ വിഭാഗം, ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സമൂഹം, ഇതെല്ലാമായി ചേർന്നുകൊണ്ട് കരാറുകാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഴിമതി നടക്കുന്നുണ്ട്. അതാണല്ലോ പാലാരി. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മന്ത്രിയാണല്ലോ അദ്ദേഹം, അദ്ദേഹത്തിന് അതിന്റെ കൃത്യമായ തെളിവുകൾ അദ്ദേഹം പുറത്തുവിടട്ടെ. ശ്രീ KM അക്ബർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അതാണ്. ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം അങ്ങനെ ഒരു നെക്സസ് ഉണ്ടെങ്കിൽ, അഴിമതി കൂട്ടുകെട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനും തെളിയിക്കാനും ഒന്നും പ്രയാസമില്ലല്ലോ. അതിനുള്ള അധികാരമുള്ള ആളാണല്ലോ അദ്ദേഹം. അതിന് പകരം എന്തിനാ അടച്ചാക്ഷേപിക്കുന്നത്? ചോദ്യത്തിനും ഉത്തരം പറയേണ്ടതല്ലേ? രഞ്ജിത്തെ, ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ പറയുമ്പോൾ എന്താണ്, അത് നമ്മുടെ ഒരു പരാതി, ഒരു കേസുമല്ല. നമ്മുടെ സമൂഹത്തിനകത്ത് ഇങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തിനകത്ത് നിന്നുകൊണ്ട്
കരാറുകാർക്ക് വേണ്ടി അനാവശ്യമായ ശുപാർശകൾ ഉണ്ടാവരുത്. പ്രത്യേകിച്ച് ഈ എസ്റ്റിമേറ്റ് റിലീസ് ചെയ്യുന്നതും തുക കൂട്ടി ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരു നിത്യസംവാദം അക്ബറിന് നന്നായിട്ട് അറിയാലോ. അക്ബർ ഈ ചർച്ചയിൽ മിനിസ്റ്റർക്കെതിരായിട്ട് ഇത്തരം ഒരു പ്രസ്താവന നടത്തുമ്പോൾ അദ്ദേഹത്തിന് അറിയാലോ യാഥാർത്ഥ്യം, നമ്മുടെ റിയാലിറ്റി എന്താണെന്ന് നമുക്കറിയാലോ. ഈ എക്സിസ്റ്റിംഗ് റിയാലിറ്റിക്ക് അകത്ത് നിന്നുകൊണ്ടാണ് മിനിസ്റ്റർ പറഞ്ഞത് ഒരു കാരണവശാലും എന്താണ് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് സമീപിക്കാം. അത് അതിന്റെ സെൻസസ് സമീപിച്ച് കാണുമല്ലോ. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഏതെങ്കിലും MLA അത്തരത്തിൽ ആ ആളുടെ പേരെങ്കിലും കുറഞ്ഞ പക്ഷം വെളിപ്പെടുത്തണമല്ലോ ആ മന്ത്രി. ചോദിച്ചൂടായിരുന്നോ പ്രതിപക്ഷ MLA-മാർക്ക്? അപ്പൊ ചോദിച്ചൂടായിരുന്നോ MLA-മാർക്കെതിരായിട്ട് അങ്ങ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അങ്ങയുടെ മുമ്പിൽ അങ്ങനെ ഏതെങ്കിലും MLA വന്നു? ആരും ചോദിച്ചില്ലല്ലോ. നിയമസഭയിൽ ചോദിച്ചാൽ നിയമസഭയിൽ തന്നെ അദ്ദേഹം ഉത്തരം നൽകുമായിരുന്നല്ലോ. ആരും ചോദിച്ചിട്ടില്ലല്ലോ. അത് അതിന്റെ സെൻസിലാണ് എല്ലാവരും എടുത്ത്, നല്ല രീതിയിലാണ് എല്ലാവരും എടുത്ത്. പിന്നീട് നിങ്ങൾ മാധ്യമങ്ങൾ ഏതോ കോണിലെ വെസ്റ്റഡ് താല്പര്യങ്ങൾക്ക് പ്രേരിപ്പിക്കപ്പെട്ട ആളുകൾ CPM-ന്റെ നിയമസഭാ കക്ഷി യോഗത്തിന് ഈ വിഷയം ഉയർന്നു വിമർശിച്ചു. മന്ത്രി ഖേദപ്രകടനം നടത്തി. എവിടെ ഖേദപ്രകടനം നടത്തി? അപ്പം മീഡിയ ഇതൊരു എന്താണ് ഒരു വിഷയമാക്കി. അതുകൊണ്ട് എന്താണ് ഇന്നത്തെ ദിവസം കടന്നു പോവാ. ഞാൻ ഇന്ന് 3 ചർച്ചയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് അത്തരം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പൊ എന്താണ് ഒരു ഇല്ലാത്തൊരു വിഷയം നിങ്ങൾ ഉന്നയിച്ചു, നിങ്ങൾ അത് വലിയ ബോധ്യം അങ്ങനെ ഇല്ലാത്ത വിഷയം എന്നുള്ള ബോധ്യമാണ്. ശ്രീ അക്ബർ, ഇവിടെ ഈ മന്ത്രിയുടെ ഈ പരാമർശത്തെ നിങ്ങൾ മറ്റെന്തെങ്കിലും തരത്തിൽ സംശയിക്കുന്നുണ്ടോ? കാരണം മറ്റൊരു കോൺട്രാക്ടറോട് നിങ്ങളുടെ പ്രതിനിധി ഒരാൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചെറുകിട കരാറുകാരെയൊക്കെ ഒഴിവാക്കി വൻകിടക്കാരെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു, അതിന്റെ ഭാഗമായാണ് ഇത്തരം അടച്ചാക്ഷയം എന്നൊക്കെയുള്ള ചില വിമർശനങ്ങൾ മറ്റൊരു കോൺട്രാക്ടർ ഒരു കരാറുകാരനോട് പങ്കുവെക്കുകയുണ്ടായി. ശ്രീ അക്ബർ, ശ്രീ അക്ബർ കേൾക്കാമോ? ചില പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് വരാം. പ്രശ്നമാണ് തിരിച്ചു വരാം. ശ്രീ CR നീലകണ്ഠൻ ഇവിടെ പറഞ്ഞ കുറേ അധികം കാര്യങ്ങളുണ്ട്. ഈ വകുപ്പ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ പാലാരിവട്ടം പാലവും ഒപ്പം ഇപ്പോൾ സമീപകാലത്തായി ഉയർന്നു വന്ന കോഴിക്കോട് KSRTC കോംപ്ലക്സും ഒക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു വലിയ അഴിമതിയുടെ പ്രതീകങ്ങളായിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ജനത്തിൻ്റെ പൊടിച്ച അത് കാലാകാലങ്ങളായി വന്ന സർക്കാരുകൾ. ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ 2 സർക്കാരുകൾക്കും LDF-നും UDF-നും ഉത്തരവാദിത്തമുണ്ടെന്ന് പറയുന്നു. പാലാരിവട്ടം പൂർണ്ണമായി UDF-ന്റെ അക്കൗണ്ടിലേക്ക് പോയ ഒരു പശ്ചാത്തലമൊക്കെയുണ്ട്. ഇതൊക്കെ കണ്ടുമടുത്ത ഒരുപക്ഷെ ഇതൊക്കെ പൊതുജനം കണ്ടുമടുത്തു ചോദ്യം ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും ഒന്ന് നന്നാക്കി കളയാം എന്ന് പറഞ്ഞിറങ്ങി തിരിച്ച ഒരു മന്ത്രിയുടെ ചില ശ്രമങ്ങളായി ഇതിനെ കാണുന്നുണ്ട് ഒരു വിഭാഗം. അങ്ങനെ കാണാമോ ഇതിനെ? എന്നുള്ളതിന് പാലാരിവട്ടമോ KSRTC ബസ് സ്റ്റാൻഡോ ഒന്നും ഉദാഹരണം വേണ്ട. കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന അരിയാഹാരം കഴിച്ചില്ലെങ്കിലും ചപ്പാത്തി കഴിച്ചാൽ പോലും നമുക്കറിയാം ഇത് വലിയ തോതിൽ കേരളത്തിൽ പൊതുമരാമത്ത് വകുപ്പുകളിൽ അഴിമതിയുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. അത് ഏതെങ്കിലും ഒരു സർക്കാരിന്റെ കാലത്തോ ഒരു മന്ത്രിയുടെ കാലത്തോ സുധാകരൻ മന്ത്രി താരതമ്യേന അതിൽ വളരെ ശക്തമായി ഇടപെട്ട ഒരാളാണ് എന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് തന്നെ അറിയാം, നന്നായിട്ട് അറിയാം, കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അപ്പൊ റിയാസ് അങ്ങനെ ഇടപെടുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നു, നമുക്കറിയില്ല. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതല്ല, ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഇപ്പോ നേരത്തെ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതിൽ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത് എന്തുകൊണ്ടാണ്? സ്റ്റേറ്റ്മെന്റ് ആവർത്തിക്കുന്നത് ഇപ്പൊ അതാണ് ഒരു കാര്യം. കെ ബാബു നാളെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ പോകുന്നു. കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ കാര്യം അവർ അസംബ്ലിയിൽ തന്നെ ചോദിക്കാൻ പോകുന്നു. ചോദിക്കട്ടെ, MLA-മാർക്ക് അത് ചോദിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അങ്ങനെ ചോദിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും MLA ഇങ്ങനെ അനാവശ്യമായ ഒരു കാര്യത്തിന് പൈസ കൂട്ടി കിട്ടാനോ അഴിമതിയുടെ ഭാഗമായി മറ്റൊരു മണ്ഡലത്തിലെ കാര്യമായിട്ടോ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ന ആളാണ് എന്ന് മന്ത്രി പറയണമായിരുന്നു. മന്ത്രി പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ കൺഫ്യൂഷൻ ഒഴിവാകും. അല്ലാതെ അദ്ദേഹം പൊതു സ്റ്റേറ്റ്മെന്റ് അടിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം ഇത് ഞാനാണോ ഞാനിതിൽ പെടില്ലേ എന്ന് എല്ലാവർക്കും തോന്നുന്ന തരത്തിലൊരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പൊ രാഷ്ട്രീയക്കാരൊക്കെ കള്ളകന്മാരാണെന്ന് ഞാനിവിടെ ഇരുന്ന് പറഞ്ഞാൽ കുഞ്ഞിക്കണ്ണന് PC ജോർജ് എന്നെ തല്ലൂലേ? കാരണം നിങ്ങൾ എല്ലാവരും ഞാനില്ല എന്ന് പറയാൻ ആളുണ്ടെന്ന് പറയും. എന്ന് പറയുന്നത് പോലെ MLA-മാർ മൊത്തമായി ഇത് ബാധിക്കുന്നു എന്നൊരു തോന്നൽ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടോന്ന്. അല്ലെങ്കിൽ കൃത്യമായി ഇന്ന MLA ആണത് ചെയ്തത്, ഇന്നൊരു MLA എന്റെ അടുത്ത് വന്നിട്ടുണ്ട്, അയാളെ വന്നത് ശരിയായില്ല. ഈ ഭരണപക്ഷത്തെ പ്രതിപക്ഷ MLA-മാർക്ക് ഈ മന്ത്രിയുമായി ബന്ധപ്പെടുത്തുന്ന ദുരനുഭവങ്ങൾ ഉണ്ടാവുകയോ എന്തെങ്കിലും പദ്ധതി നടപ്പാക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പരസ്യമായി തുറന്നു പറയാം. ഈ ഭരണപക്ഷത്തെ MLA-മാർക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ലല്ലോ, സ്വന്തം പാർട്ടിയുടെ മന്ത്രിയാണ് ഭരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സംശയം ഉയരുന്നത് ഏതെങ്കിലും ഭരണപക്ഷ MLA ആയിരിക്കും എന്നുള്ള രീതിയിലാണ്. അല്ല, അത് തന്നെയാണ് ഇപ്പൊ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതിന്റെ എന്തുകൊണ്ടാണ് ഇത് ചർച്ചയാവുന്നത്.
ഇത് ചർച്ചയാവുന്നത് PWD അഴിമതിയുമായി ബന്ധപ്പെട്ടതിനേക്കാൾ CPM-നകത്തുള്ള സംഘടനാപരമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ടല്ലേ ഇത് ചർച്ചയാവണേ. അല്ലെങ്കിൽ മന്ത്രിയുടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അഴിമതി അനുവദിക്കില്ല. എല്ലാ മന്ത്രിമാരും പറഞ്ഞിട്ടില്ലേ കേരളത്തിൽ അഴിമതി ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ സുതാര്യമായിരിക്കും. എന്റെ അടുത്ത് ഇതുവരെ ഇപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 2016-ൽ പിണറായി വിജയൻ സർക്കാർ വന്നപ്പോ ഇവിടെ ഇവിടെ അവതാരങ്ങൾ വരരുതെന്നു. പിന്നെ നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ ഓഫീസിൽ എത്ര അവതാരങ്ങളാണ് കയറി ഇറങ്ങിയെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെ പറയും, ഇത് പറയണം, എല്ലാ സർക്കാരും പറയണം. ആ സ്റ്റേറ്റ്മെന്റിന് പ്രത്യേകിച്ച് ഒരു വിലയില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ അഴിമതിക്കെതിരാണ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ ജനം അങ്ങനെ വിശ്വസിക്കുമോ? അവരുടെ അനുഭവം വേണ്ടേ? അനുഭവത്തിലുണ്ടെങ്കിൽ വിശ്വസിക്കും. ഇപ്പൊ സുധാകരനെ നമ്മൾ ഒരു പരിധിവരെ വിശ്വസിക്കുന്നത് സുധാകരന്റെ അനുഭവത്തിലുള്ളതുകൊണ്ടാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കളും നമ്മൾ വിശ്വസിക്കാതിരിക്കുന്നത് എല്ലാവരും അഴിമതിക്കാരായതുകൊണ്ടല്ല, ഒരുപാട് അഴിമതിക്കാരുണ്ട് എന്നതുകൊണ്ടാണ്. ഇവിടെയും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് MLA-മാരെ പറ്റി നിയമസഭയിൽ പറയുമ്പോൾ അതിൽ അവകാശ ലംഘനത്തിന്റെ പ്രശ്നം ഉണ്ടാവാം എന്നാണ് ഞാൻ. PC പോലെ വളരെ പരിണിതപ്രജ്ഞനായ ഒരു MLA ആയിരുന്നത് അദ്ദേഹം മാത്രമാണ്. അപ്പോ ഞാൻ പറഞ്ഞത് അത് ഒരു MLA ആണെങ്കിൽ ഞാൻ MLA ആണെങ്കിൽ എനിക്കും അത് കുഴപ്പമല്ലേ തോന്നിയാൽ അതിലവരെ കുറ്റം പറയാൻ പറ്റില്ല. കോൺട്രാക്ടർമാര് കോൺട്രാക്ടർ ഓൾറെഡി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അവിടെയാണ് രണ്ടാമത്തെ പ്രശ്നം. ഭരണകക്ഷി MLA തന്നെയാണ് പറഞ്ഞിരിക്കാൻ സാധ്യത എന്നതുകൊണ്ട് അതും മറ്റൊന്നും കൂടി ചേർത്ത് വായിക്കുക. നിയമസഭാ കക്ഷി യോഗത്തിൽ ഭരണകക്ഷി MLA ഇതിനെതിരായി സംസാരിച്ചു, ഒരാളോ മൂന്നാളോ എത്രയെന്ന് അറിയില്ല, സംസാരിച്ചു നിങ്ങൾ പറയുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ കഥയ്ക്ക് ഒരു കംപ്ലീഷൻ ഉണ്ട്. അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാ ചാനലുകളും, ഞാനും കുഞ്ഞിക്കണ്ണനും കൂടി വേറൊരു ചാനൽ ഇതുപോലെ. അപ്പൊ ഇതെല്ലാ ചാനലുകളും ഇത് ചർച്ച ചെയ്യുന്നത് ഈ ഒരു കാരണം കൊണ്ട് കൂടിയാണ്. അല്ലാണ്ട് അഴിമതിക്കെതിരെ കുരിശുദ്ധം നടത്തുന്ന ഒരു മന്ത്രി എന്ന. ശ്രീ അക്ബർ, താങ്കൾ കേൾക്കാമോ? ശ്രീ അക്ബർ, പ്രശ്നം മാറിയോ? കേൾക്കുന്നുണ്ടല്ലോ. എന്റെ ചോദ്യം കേട്ടിരുന്നു, നേരത്തെ ചോദ്യം കേട്ടിരുന്നോ? അതെ കേട്ടു. ഞാൻ മറുപടി പറഞ്ഞോളൂ. ഓ, നേരത്തെ കുഞ്ഞിക്കണ്ണൻ ചേട്ടനും PC ജോർജ് സാറെല്ലാം പറഞ്ഞു. പിന്നെ ഇത് ഷെഡ്യൂൾ റേറ്റിന്റെയും മറ്റ് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ അവരെല്ലാം മനസ്സിലാക്കാത്തൊരു സംഭവം ഇന്ന് കേരളത്തിലെ PWD-യിലുണ്ട്. കാരണം ഇന്ന് കേരളത്തിലെ PWD ഇപ്പോഴും 2016-ലാണ് നടക്കുന്നത്. 2021 ലോകത്തെ എല്ലായിടത്തും 10-ാം മാസം എത്തിയിട്ടും 2016-ലെ റേറ്റ് അനുസരിച്ചാണ് ഇന്ന് കേരളത്തിലെ PWD-യുടെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങളും മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും മനസ്സിലാക്കണം. അതിന്റെ ഈ അവസാനം 1.5 മാസം മുമ്പ് മാത്രമാണ് 2018-ലെ റേറ്റ് കേരളത്തിലെ PWD-യിൽ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലായിടത്തും 2021-ലെ റേറ്റിലാണ് ഇന്ത്യയിൽ മൊത്തം പ്രവൃത്തികൾ നടക്കുന്നത്. അതിന്റെ കാരണം അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇന്ന് സിമെന്റിന് 450 രൂപയാണ്, ഷെഡ്യൂളിൽ 300 ചില്ലാന രൂപയുള്ളത്. കമ്പിക്ക് എന്നുള്ളത് 45 രൂപയിലോടുത്ത് 70 രൂപയാണ് കമ്പിക്കുള്ളത്. ടാറിനും അതുമാതിരി വില വർദ്ധിച്ചിട്ടുണ്ട്. വിലതാക്കി ഒരു പരാതി ഇല്ലാത്ത രീതിയിൽ, അഴിമതി ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്നതിന് പകരം കരാറുകാരുടെ തലയിൽ കള്ളന്മാരാണെന്ന് മുദ്ര കുത്തിക്കൊണ്ട് ഞാൻ വളരെ ക്ലീൻ ആണെന്ന് കാണിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരും മാറി വരുന്ന മന്ത്രിമാരും ചെയ്യുന്ന ഈ പ്രവണതയാണ് കരാറുകാർ എതിർക്കുന്നത്. കരാറുകാരിൽ അഴിമതിക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണം. അല്ലാതെ മന്ത്രി ചെയ്ത നടപടി, ഇതുവരെ ചെയ്ത നടപടിയിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ലൈസൻസ് പുതുക്കാനുള്ള അനുമതി നൽകി, നല്ലതാണ്, അതിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പ്രഗത്ഭനായ മിടുക്കനായ ഒരു പുതിയ ചെറുപ്പക്കാരനായ മന്ത്രിയാണ് അദ്ദേഹം. വിചാരിച്ചാൽ ഈ ഡിപ്പാർട്ട്മെന്റ് തന്നെ അഴിമതി വിവിക്തമായ ഡിപ്പാർട്ട്മെന്റ് ആക്കാൻ പറ്റും. പക്ഷെ അതിന് വേണ്ട നടപടിയാണ് സ്വീകരിക്കുന്നത്. എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് കേരളത്തിലെ കരാറുകാരെയും ഉദ്യോഗസ്ഥരെയും അഴിമതിക്കാരെ പുറത്തു നിർത്തണം. അവരെ പുറത്തു കൊണ്ടുവന്ന് അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. എന്നിട്ട് ഡിപ്പാർട്ട്മെന്റിനെ നന്നാക്കണം. അല്ലാതെ 2016-ലെ റേറ്റ് കൊടുത്തുകൊണ്ട് 2021 കാലഘട്ടത്തിൽ പണി ചെയ്യാൻ പറയുന്നതിന് തെറ്റല്ലേ? അതിന് പരിഹാരമാണ് ഉണ്ടാക്കേണ്ടത്. മന്ത്രി ചെയ്യേണ്ടതാണ്. സിമെന്റിന് 450 രൂപ. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ അഴിമതി അങ്ങനെ ഒഴിവാക്കപ്പെടും, അവിശുദ്ധ കൂട്ടുകൾ ഇല്ലാതാകും എന്നൊക്കെയാണ് ശ്രീ കെ പറയുന്നത്. ശ്രീ PC ജോർജ്, ഇവിടെ ഈ മന്ത്രി ഒരു നിലപാടെടുക്കുകയും CPM-ലെ ഉൾപാർട്ടി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ വാർത്താ രൂപത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് AM ഷംസീർ അടക്കമുള്ളവർ, അദ്ദേഹം നേരത്തെ തൊട്ട് പലതരത്തിൽ നിയമസഭയിൽ സർക്കാരിനെതിരെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മന്ത്രി ഒരു നിലപാടെടുക്കുകയും അത് പാർട്ടിയുടെ മുന്നണിയുടെ നിലപാടാണെന്നും അത് അഴിമതിക്കെതിരെയാണെന്നും ഒക്കെ പാർട്ടി തന്നെ മന്ത്രിക്ക് പിന്തുണ നൽകുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടിയിലെ MLA-മാർക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലാകാത്തത്? അവർക്ക് എന്താണ് മന്ത്രിയുടെ അസഹിഷ്ണുത എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. താങ്കൾ ആ വാർത്തകളൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? ശ്രദ്ധിച്ചിരുന്നു. രഞ്ജിത്ത് രാമേന്ദ്രൻ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ അക്ബർ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അക്ബർ ഇവിടെ പറഞ്ഞത്. ഈ ഷെഡ്യൂൾ പുതുക്കലാണ് ഒരു പ്രശ്നമാണ്. 2018-ലെ ഷെഡ്യൂൾ ഇപ്പോഴാണ് വന്നത്. സ്വാഭാവികമായിട്ട് കോൺട്രാക്ട് കുഴപ്പമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ധനകാര്യമന്ത്രി, മുഖ്യമന്ത്രി
PWD മന്ത്രി ഉൾപ്പെടെ ഇന്ന് ചർച്ച ചെയ്തിട്ട് ഷെഡ്യൂൾ പുതുക്കലിനെ പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അതല്ലാതെ ഈ കേരളത്തിൽ PWD നന്നാവില്ല. പിന്നെ വേറെ വലിയ കാര്യം, ബഹുമാനപ്പെട്ട നമ്മുടെ സഖാവ് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതനുസരിച്ച് ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ 2 MLA-മാര് നമ്മുടെ നിയമസഭയിൽ കുഴപ്പമുണ്ടാക്കി സ്പീക്കർക്ക് കത്ത് കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു, പ്രിവിലേജ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കോഴി കട്ടോന്റെ തലയല്ലേ പപ്പിരിക്കുന്നത്? എന്തിനാ കെ ബാബു എന്ന് തലയെ തപ്പി നോക്കി? കെ ബാബുവിനെ പറ്റി പറഞ്ഞില്ലല്ലോ. മന്ത്രി പറഞ്ഞു തന്നതാ, കള്ളന്മാരുണ്ട് എന്റെ അടുത്തോട് പോരരുതെന്ന് പറഞ്ഞുള്ളൂ. അതിന് ഉടനെ തന്നെ കെ ബാബു എന്ന് തലയെ തപ്പി നോക്കുന്നത്? കെ ബാബുവിന്റെ തലയെ പപ്പിരിപ്പുണ്ടോ? അല്ല കോൺഗ്രസിന്റെ MLA-മാരുടെ തലയിൽ പപ്പുണ്ടോ? ഇവിടുത്തെ പ്രശ്നം എന്താ? ഇത് വളരെ ക്ലിയറാ. ഇത് ഒരു സംശയം വേണ്ട. സഖാവ് കുഞ്ഞിക്കണ്ണൻ എന്ത് പറഞ്ഞാലും മന്ത്രി റിയാസിന്റെ സമീപത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതോ MLA-മാർ കൂട്ടമായി ഈ കോൺട്രാക്ടർമാർ ചെന്ന് കണ്ട് അഴിമതിക്ക് വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ റിയാസ് ഇത് പറയാൻ പാടില്ല. റിയാസ് പറഞ്ഞ സാഹചര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഇത് CPM-നകത്ത് ഉൾപാർട്ടി പ്രശ്നം തന്നെയാണ്. CPM-നകത്ത് ഉൾപാർട്ടി പ്രശ്നത്തിന്റെ പേരിൽ ഇന്ന് പല MLA-മാരുടെ പേര് പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഉൾപാർട്ടി ജനാധിപത്യം, ഉൾപാർട്ടി തർക്കങ്ങൾ CPM-നകത്ത് മറനീക്കി പുറത്തു വരികയാണ് PWD ആണല്ലോ എപ്പോഴും കാശ് വാരുന്ന ഒരു വകുപ്പ്. അല്ല, അത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ശാപമാണോ? ഏത് മന്ത്രിമാർ വന്നാലും നന്നാക്കാൻ ശ്രമിക്കും, പക്ഷേ എന്നും ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളും വരും. നമുക്കറിയാം, ഈ മഴ അങ്ങോട്ട് പെയ്ത് തോർന്നപ്പോഴേക്കും ഈ സമയമായപ്പോഴത്തേക്കും റോഡുകളൊക്കെ ഏതാണ്ടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയാണ്. ഒരു മന്ത്രി കഴിഞ്ഞ 5 വർഷമായി നന്നാക്കാൻ ശ്രമിച്ചു, പരമാവധി ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി, അഴിമതി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും കാര്യങ്ങളൊക്കെ ആവർത്തിക്കുന്നു. അതിന്റെ മൂല കാരണം കണ്ടെത്താൻ നമ്മുടെ സംവിധാനങ്ങൾക്കൊന്നും സാധിക്കാത്ത പശ്ചാത്തലം കൂടിയുണ്ട്. ശ്രീ PC ജോർജ്. സത്യം രഞ്ജിത്ത് പറഞ്ഞ് ചോദിച്ചോണ്ട് ഞാൻ പറയാം. സുധാകരൻ സഖാവ് മന്ത്രിയായിരുന്നപ്പോ വളരെ ഒരു വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. പൂർണ്ണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഇതുകൊണ്ട് കാലാവസ്ഥ വലിയ സംഭവമല്ലേ? നമ്മുടെ PWD റോഡ് പോകുന്നിടത്തെല്ലാം ഇവിടെ നമ്മുടെ ഈ മേഖലയൊക്കെയാണ് റബ്ബർ നിൽക്കുക. റബ്ബറിന്റെ ഇലയിൽ നിന്ന് വെള്ളം പടപടാ വീഴുമ്പം സ്വാഭാവികമായി 2 മാസം കൊണ്ട് എന്നാ നല്ലവണ്ണം ടാറിയ മാസം കൊണ്ട് അത് ഒഴുകുകയും, കാരണം റബ്ബറിന്റെ ഇലയിൽ നിന്ന് വെള്ളം വീഴുന്നതാണ്. ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഇതിനൊക്കെ കാണാൻ പറ്റൂ. അല്ലാതെ എല്ലാവരും കള്ളന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഒരു സത്യം ഞാൻ പറയുന്നു, നമ്മുടെ MLA-മാർ ആരോ കുറച്ച് ആളുകൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ കണ്ടിട്ടുണ്ട്. അത് തെറ്റാണ്, അഴിമതിയാണെന്ന് മന്ത്രിക്ക് ബോധ്യമായത് കൊണ്ടാണ്, അത് മന്ത്രി പ്രധാനം ചെയ്യുന്ന ഗ്രൂപ്പിന്റെ വിരുദ്ധരാണ് കൂടുതൽ എന്നതുകൊണ്ടാണ് അങ്ങനെ പച്ചക്കടിച്ചത്. ആ പച്ചക്കടിച്ചതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ കാര്യത്തിൽ മന്ത്രിയോടൊപ്പമായിരിക്കും ജനം നിൽക്കുക. ആ MLA-മാർ ആരാണെന്ന് പുറത്തു പറയാനുള്ള സാമാന്യ മര്യാദ അദ്ദേഹം പ്രകടിപ്പിക്കണമെന്ന് എല്ലാവരും പറയെങ്കിലും ഞാനത് പറയില്ല. കാരണം പാർട്ടിക്കകത്ത പ്രശ്നമാണ്. ഇനി MLA-മാർ കോൺട്രാക്ടർ കൊടുത്ത് എന്റെ അടുത്ത് വന്ന് പറയാന്ന് പറഞ്ഞാൽ മന്ത്രിയെ സ്ഥാനത്തിരുത്താൻ കൊള്ളുന്ന അഭിപ്രായക്കാരനായ ഞാൻ. ഒരിക്കലും അത് പറയാൻ പാടില്ലാത്തതാണ്. ആ മാന്യത റിയാസും കാണിക്കണം തന്നെയാണ് എന്റെ അഭിപ്രായം. അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ, ആരാണ് തന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞത്, തന്നോട് റെക്കമെൻഡേഷൻ ഈ പറഞ്ഞതുപോലെയുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നത്, കോൺട്രാക്ടർക്കൊപ്പം വന്നത് എന്നുകൂടി പറയണ്ടേ മന്ത്രി? PC ജോർജ് പറഞ്ഞതുപോലെ പാർട്ടിക്കകത്ത് പറയണം. PC ജോർജ് പറഞ്ഞതുപോലെ അങ്ങനെ തുറന്നു പറയാൻ പറ്റാത്തത് അത് ഭരണപക്ഷത്തെ ഏതെങ്കിലും MLA ആയതുകൊണ്ടാണോ? അല്ലല്ലോ, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ അതുകൊണ്ടാണല്ലോ അങ്ങനെ പറയാം. ശ്രീ PC ജോർജ്, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ മറുപടി പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ. രഞ്ജിത്തെ, നമ്മളിപ്പോ ഈ കരിമ്പടത്തിനുള്ളില് ഈ പൂച്ചയെ തപ്പുന്നത് പോലെയാണ് ചർച്ച പോകുന്നത്. PC ജോർജ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കാര്യം കൃത്യമാണ്. CPM-ന് പ്രഖ്യാപിതമായ ഒരു നിലപാടുണ്ട്. അത് PC ജോർജിന് അറിയാലോ. ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരുപാട് വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പാർട്ടിയും സർക്കാരും എങ്ങനെ പ്രവർത്തിക്കണം, ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കണം, മന്ത്രിമാരെങ്ങനെ പ്രവർത്തിക്കണം, MLA-മാരെങ്ങനെ പ്രവർത്തിക്കണം, പാർട്ടി ഭരണത്തോട് എടുക്കേണ്ട സമീപനം എന്താണ്, ഈ കാര്യങ്ങളിൽ പാർട്ടി വളരെ ലിഖിതമായ ഒരു രേഖ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ അഴിമതിരഹിതമായ ഭരണം വളരെ പ്രധാനമാണ് എന്നും ഒരു വകുപ്പിലും അഴിമതിക്കുള്ള ഒരു സാധ്യതയും ഉണ്ടാകാൻ പാടില്ല, അതിൽ വലിയ ജാഗ്രത പാലിക്കണം, വകുപ്പിന്റെ ഉത്തരവാദിത്വം മന്ത്രിക്ക് തന്നെയാണ്, മന്ത്രി ആ കാര്യത്തിൽ നിതാന്ത ജാഗ്രത പുലർത്തണം, ഒരബദ്ധത്തിലേക്കും ചെന്ന് ചാടരുത് എന്ന് പാർട്ടി നിർദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് ഫീൽ ചെയ്ത ചില അനഭിലഷണീയമായ പ്രവണതകൾ ഒരു ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ IC ബാലകൃഷ്ണൻ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് റിയാസ് പറയുകയാണ് ചെയ്തത്.
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനൊരു ഇൻവെസ്റ്റിഗേറ്റീവ് തരത്തിൽ കൊണ്ടുപോയി ഉൾപാർട്ടി പ്രശ്നമൊക്കെ അതൊക്കെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ താല്പര്യങ്ങളുണ്ടാവും. CR നീലകണ്ഠൻ ഇതിനെ CPM-നകത്ത് എന്തോ വലിയ ഉൾപാർട്ടി ചേരിതിരിവിൻ്റെയൊക്കെ പ്രശ്നമായിട്ട് അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു ഉൾപാർട്ടി ചേരിതിരിവിന്റെയും പ്രശ്നമല്ല, പാർട്ടിയുടെ ഏകകണ്ഠമായ നിലപാടാണ് റിയാസ് പറഞ്ഞത്. ആ നിലപാട് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഖേദപ്രകടനം നടത്തേണ്ട ഒരു അവസ്ഥയില്ല എന്നാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ അനഭിലഷണീയമായ പ്രവണത ഭരണപക്ഷത്തെ MLA-മാരുടെ ഭാഗത്ത് വന്നാലും പ്രതിപക്ഷ MLA-മാരുടെ ഭാഗത്ത് വന്നാലും അത് തിരുത്തപ്പെടണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അത്തരം ഒരു തിരുത്തൽ നടപടിക്ക് നമ്മുടെ ജനാധിപത്യ രാഷ്ട്രീയത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു സുതാര്യതക്ക് വളരെ സഹായകരമായ ഒരു പ്രസ്താവനയാണ് സഖാവ് റിയാസ് നടത്തിയിട്ടുള്ളത്. ആ നയത്തോട് യോജിച്ചു നിൽക്കേണ്ടവരാണ് ഭരണപക്ഷത്തെ MLA-മാരെല്ലാം. ഭരണപക്ഷത്തെ MLA-മാരും മുഴുവൻ കേരളീയ സമൂഹവും യോജിച്ചു നിൽക്കേണ്ടവരാണ്. കേരളീയ സമൂഹം ഈ കാര്യത്തിൽ ഇവിടെ PC ജോർജ് പ്രകടിപ്പിച്ചതുപോലെ തന്നെ എന്താണ് മന്ത്രിയുടെ പ്രസ്താവനയുടെ കൂടിയാണ്. അത് CPM-ന്റെ പ്രഖ്യാപിത നിലപാടാണ്, ഇടതുപക്ഷ സർക്കാരിന്റെ നയമാണ്. ശ്രീ KM അക്ബർ, താങ്കൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ ഷെഡ്യൂളുമൊക്കെയായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഈ സർക്കാർ മന്ത്രിമാരൊക്കെ ഈ മേഖലയെ നന്നാക്കും, അഴിമതിരഹിതമാക്കും, കാര്യക്ഷമമായി കൊണ്ടുപോകുമെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ സംസ്ഥാനത്തെ റോഡുകൾ ഒട്ടും നിലവാരം ഇല്ലാത്ത പല പ്രദേശങ്ങളുമുണ്ട്, പല സ്ഥലങ്ങളുമുണ്ട്. അത് പക്ഷേ നിലവാരമുള്ള പല റോഡുകളുമുണ്ട്. ഈ കാലാവസ്ഥയെ കുറ്റം പറയാമെങ്കിൽ പോലും വർഷങ്ങളോളം നന്നായി കിടക്കുന്ന ഒരുപാട് റോഡുകൾ വലിയ ശക്തമായ മഴയിലും നമ്മുടെയൊക്കെ പരിസരത്ത് നമ്മൾ കാണുന്നുണ്ട്. സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് പറയുകയാണ്. അതിവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ പറഞ്ഞ പോലെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചില കൈപ്പിഴകൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരുന്നതാണോ? അത് ശരിയല്ല, ഞങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നതല്ല. ഇത് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോഴുള്ള പ്രയാസങ്ങളാണ്. കാരണം ഇന്ന് കേരളത്തിൽ നടക്കുന്നത് സാമ്പത്തികമായി പ്രയാസമുള്ളത് കൊണ്ട് ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന നിലപാടാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ എന്നും PWD ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് ചെയ്യിക്കുന്നത്. ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുമ്പോൾ അവിടുത്തെ ട്രാഫിക് ഡെൻസിറ്റിയോ അവിടുത്തെ മണ്ണിന്റെ അവസ്ഥയോ ഒരു ടെസ്റ്റ് നടത്താതെയാണ് ഇന്ന് എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത്. അവസാനം ആ എസ്റ്റിമേറ്റിൽ എന്താണോ പറയുന്നത് ആ വർക്ക് ചെയ്യാൻ മാത്രമേ കരാറുകാരന് ബാധ്യതയുള്ളൂ, അവനത് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇന്ന് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. പക്ഷേ എന്നാൽ ഇന്ന് രാഷ്ട്രീയക്കാരുടെ MLA-മാരുടെ നിർബന്ധത്തിനനുസരിച്ച് ഇൻട്രൻസ് ഫ്രീ എന്ന് പറഞ്ഞ് സൈറ്റ് ടെൻഡർ ചെയ്തിട്ട് കൊല്ലങ്ങളായിട്ട് പോലും ഒരു വർക്ക് തുടങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് കേരളത്തിലെ കിഫ്ബി വർക്ക് നിൽക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് കരാറുകാരൻ വന്നാൽ ഉടൻ വർക്ക് ചെയ്ത സമയത്ത് തീർക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ ടെൻഡർ ചെയ്യാനുള്ള നടപടിയും റോഡിനനുസരിച്ച് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനുള്ള നടപടിയും ഡിപ്പാർട്ട്മെന്റ് എടുത്താൽ ഇന്ന് കേരളത്തിലെ ഒരു റോഡും തകരില്ല. കാരണം കേരളത്തിൽ എത്ര ട്രാഫിക് ഡെൻസിറ്റി പോലും ഇന്ന് അറിയാതെയാണ് പല എസ്റ്റിമേറ്റുകളും ഉണ്ടാക്കുന്നത്. കാരണം 30 സെന്റിമീറ്റർ കനം കൊടുക്കുന്നിടത്ത് 5 സെന്റിമീറ്റർ കനം കൊടുത്താൽ എങ്ങനെയാ റോഡ് നിൽക്കും? കേരളത്തിലെ റോഡുകൾ കേരളത്തിലെ കാലാവസ്ഥക്കനുസരിച്ചല്ല റോഡ് ഡിസൈൻ ചെയ്യേണ്ടത്. ഇന്ന് നാഷണൽ ഹൈവേന്റെ റോഡുകളൊക്കെ കുറെ നിൽക്കുന്നുണ്ട്. അവര് ഈ മിനിമം ഇത്ര തിക്നെസ് ഉണ്ടെങ്കിൽ അതിന്റെ മേലെ BMBC ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ PWD-യിലൊന്നും ആ ഒരു നിലപാടും എടുക്കാനോ അതിനനുസരിച്ച് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാനോ ഡിപ്പാർട്ട്മെന്റിന് സാധിക്കുന്നില്ല. അതിന് ഗവൺമെന്റ് അതിന് പിന്തുണ കൊടുക്കുന്നില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കരാറുകാരന് സമയത്ത് വർക്ക് തീർക്കാനും അവന് നീർന്നു നിന്ന് പണിയെടുക്കാനുമാണ് കരാറുകാരന്റെ ബിസിനസ് രീതിയിലാണ് ചെയ്യുന്നത്. ഞങ്ങൾ വെറുതെ എവിടെയും വലിഞ്ഞു കയറി വന്ന കരാറുകാരല്ല. ഗവൺമെന്റിനുമായി എഗ്രിമെന്റ് വെച്ച് പ്രവൃത്തി ചെയ്യുന്നവരാണ് ഗവൺമെന്റ് കരാറുകാര്. അല്ലാതെ എവിടെന്നെങ്കിലും ഒളിഞ്ഞു കയറി വന്ന് കള്ളത്തം ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്നവരല്ല. ഞങ്ങൾ ജീവിക്കാൻ ചെയ്യുന്ന ബിസിനസ്സാണ്. അത് മാന്യമായി ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിലെ ഗവൺമെന്റ് കരാറുകാർ മാത്രമാണ് അഡ്വാൻസ് ആയി മുടക്കിക്കൊണ്ട് പ്രവൃത്തി ചെയ്യുന്നത്. വേറെ ഏത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്? സർക്കാർ പണം കൊടുക്കാതെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? കരാറുകാരന്റെ പൈസ കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ വികസനം കേരളത്തിൽ നടത്തിയിട്ട് കേരളത്തിലെ കരാറുകാരനെ എന്നും കള്ളന്മാരാക്കി ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയക്കാരനും മന്ത്രിക്കും അവർക്ക് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ട് കേരളത്തിലെ PWD-യിലുള്ള യഥാർത്ഥ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് നന്നാക്കി എടുത്തുകൊണ്ട് കേരളത്തിലെ അഴിമതി രഹിത മുക്ത PWD-ആയി മാറ്റാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സാധിക്കട്ടെ. നീലകണ്ഠൻ, അങ്ങനെ ഒരു ശ്രമം റിയാസ് കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു, തന്റെ മുൻഗാമിയുടെ അതേ പാതയിൽ കൊണ്ടുപോകുന്നു എന്നാണ് CPM. അതായത് പാർട്ടിയുടെ നിലപാടാണത്, ആ തരത്തിൽ മുന്നോട്ട് പോകുമെന്ന് പറയും. താങ്കൾ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരനായ മന്ത്രിയാണ്, അദ്ദേഹത്തിന് സമയം കൊടുക്കണം. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന്റെ ആ പോക്ക് നേരെയുള്ള വഴിക്കാണ്. ഈ ശ്രീ KM അക്ബറൊക്കെ പറഞ്ഞ പോലെ ആ ഡിപ്പാർട്ട്മെന്റിനെ ആ രീതിയിൽ ശുദ്ധീകരിക്കാനും നല്ല വഴി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് വേണമോ കരുതാൻ? അല്ല, അങ്ങനെ വേണമെങ്കിൽ അത് അങ്ങനെ കരുതണം. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നു. ഏത് മന്ത്രിയായാലും ഡിപ്പാർട്ട്മെന്റ് നന്നാവട്ടെ, കാരണം പൊതു പഠനം രക്ഷപ്പെടട്ടെ. പക്ഷെ അങ്ങനെ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിരവധി സാഹചര്യങ്ങൾ ഒരുങ്ങി വരണം. ഒന്ന്,
നേരത്തെ അക്ബർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനത് പറയാൻ പോയ ഒരു കാര്യമാണ്. നമ്മുടെ ഇപ്പോ ഒരു റോഡ് പറഞ്ഞാൽ ഇപ്പോ ഫിസി ഒക്കെ ഇരിക്കുന്നുണ്ട്, 2 കിലോമീറ്ററിലെ പണിയെങ്കിൽ 5 കിലോമീറ്റർ അങ്ങ് പണിയാൻ പറയും, അതിനനുസരിച്ച് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ പറയും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആളുകൾ ചെയ്യുന്നത്. MLA-ക്ക് 5 കിലോമീറ്ററും റോഡ് ഇടണം, കാരണം അത് MLA-യുടെ ആവശ്യമാണ്. അത് ഞാൻ ഭരണപക്ഷ പ്രതിപക്ഷം എന്നൊന്നും പറയുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി അനുസരിച്ച് അത് ചെയ്യാൻ കഴിയില്ല. എഞ്ചിനീയറുടെ മേലിൽ പ്രഷർ വരും. അപ്പൊ എഞ്ചിനീയർ അത് ഉണ്ടാക്കും, അത് കോൺട്രാക്ടർ ഉണ്ടാക്കും, അതുണ്ട്. 2 ഇപ്പൊ ഷെഡ്യൂൾ നേരത്തെ പറഞ്ഞു, ഷെഡ്യൂൾ ഓരോ വർഷവും ആവശ്യത്തിനനുസരിച്ച് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി, നേരത്തെ PC പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി അടക്കം ഇടപെട്ടിട്ട് ഓരോ വർഷവും കൃത്യമായി ഈ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ, അല്ലെങ്കിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ഇതാണ് ഇപ്പൊ കഴിഞ്ഞു ഈ വർക്ക്. അങ്ങനെ ഷെഡ്യൂൾ റിവൈസ് ചെയ്യേണ്ട കാലമാണ്. ഷെഡ്യൂൾ റിവൈസ് ചെയ്യണം. അത് അഴിമതി ഇല്ലാതെ റിവൈസ് ചെയ്യാൻ, സുതാര്യമായി ഷെഡ്യൂൾ റിവൈസ് ചെയ്യാൻ നമുക്ക് കഴിയണം. ഈ ഡിസൈൻ ചെയ്യാൻ ഇത് കഴിയണം. അപ്പോ ഉള്ള പണത്തിന് എസ്റ്റിമേറ്റഡ് ആവും. കാരണം ഞാൻ ഈ ജനകീയാസൂത്രണത്തിലൊക്കെ വളരെ കൂടുതൽ കണ്ടിട്ടുണ്ട്, മറ്റേ സ്റ്റേറ്റ് ഇതിനേക്കാൾ കൂടുതൽ ഉള്ള കാശ് കൊണ്ട് ഒരു വർക്ക് അങ്ങ് എടുക്കുക. ഉള്ള കാശ് തികയൂല്ല, അവസാനം വർക്ക് മോശമായി പോകും. അപ്പൊ ഞാൻ ഇതൊക്കെ ക്ലിയർ ആക്കി ഇവരുടെ ബുദ്ധിമുട്ടുകളും കേട്ട് ഉദ്യോഗസ്ഥരെ വിളിച്ചിരുത്തി അവരെ MLA-മാരടക്കം അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുൻപോട്ട് പോയാൽ റിയാസിന് ഇത് കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹം ചെറുപ്പമാണ്, അദ്ദേഹത്തിന് പാർട്ടിയുടെ പിന്തുണയുണ്ട്. പക്ഷേ അതിനിടയിൽ പാർട്ടി ആയിരിക്കും എന്ന് കരുതുന്നില്ല. കാരണം ഇപ്പോ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ വന്നാൽ പാർട്ടിയിലെ MLA-മാർ, ഇപ്പോ ഒരു CPM MLA-ക്ക് എതിർപ്പുണ്ടായാൽ 5 കോൺഗ്രസ് MLA-ക്ക് എതിർപ്പുണ്ടാവും. കാരണം പിന്നെ അത് എളുപ്പമാണ്. പിന്നെ അത് മറ്റ് CPM MLA എല്ലാ MLA-മാരും അതെടുക്കും. അതെങ്ങനെയാണ് അദ്ദേഹം നേരിടുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് കാണേണ്ടി വരും. അതാണ് അദ്ദേഹത്തിനുള്ള ടെസ്റ്റ് ഡോസ് എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു റിയാസിനുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നു. അദ്ദേഹം പുതിയ ആളല്ലേ, ടെസ്റ്റ് എഴുതി വരട്ടെ. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്ന് ഞാൻ കാണുള്ളൂ. ഞാൻ പ്രസ്താവനയിൽ നിന്ന് ആരെ വിലയിരുത്താറില്ല. ശ്രീ PC ജോർജ്. അല്ല, അതായത് രഞ്ജിത്ത്, ഇപ്പോ അക്ബർ പറഞ്ഞ ഒരു കാര്യം ശരിയാ. ഈ കേരളത്തിലെ കോൺട്രാക്ടർമാരുടെ കോടിക്കണക്കിന് രൂപ എടുത്ത് വികസന പ്രവർത്തനം നടത്തും, അവർക്ക് പണം കിട്ടുന്നില്ല. അത് വലിയ സത്യമാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് എന്നതിൽ ഒരു സംശയമില്ല. ഞാൻ അതിനോട് യോജിക്കുകയാണ്. പക്ഷെ കോൺട്രാക്ടർമാരെല്ലാം മാന്യന്മാരാണെന്ന് പറയുന്നത് കിട്ടിയാൽ കക്കണം നിർബന്ധമുള്ളവർ വളരെ അധികം എൻ്റെ അക്ബർ എന്നോട് തെറ്റിദ്ധരിക്കില്ല പറയുമ്പോൾ. ഞാൻ സമയക്കുറവുണ്ടാ രഞ്ജിത്തെ പറയാത്ത, ഇവിടെ ഒരു വാഗമൺ റോഡ് പണി 64 കോടി രൂപ അനുവദിച്ച ടെൻഡർ ചെയ്യാനായി കഴിഞ്ഞ് ഇപ്പം അതിന് കുഴപ്പത്തിൽ നിൽക്കുക. ആ റോഡ് ഇങ്ങനെ ആക്കിയ ഉത്തരവാദിയാണ് ഒരു കോൺട്രാക്ടർ. 1.5 കൊല്ലമാണ് അവൻ ഹൈക്കോടതി പോയി സ്റ്റേ മേടിച്ചത്. എന്നതാ 3 മീറ്റർ അല്ല 1.5 മീറ്റർ പൊക്കവും 1/2 മീറ്റർ വീതിയും ഉള്ള അങ്ങനെ വലിയ അളവിൽ അതിർത്തിക്കല്ലിടാൻ പറഞ്ഞ് അവൻ ടെൻഡർ പിടിച്ചു. ആ ടെൻഡർ പിടിച്ചിട്ട് അവൻ പകുതി മുഴുപ്പുള്ള കല്ലിട്ടുകൊണ്ട് പോയി. ഞാനത് കണ്ടു. ജഞ്ചിന് വന്ന് നോക്കാൻ നോക്കി, ബെഞ്ചിന് വന്ന് തെറ്റ അവനെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറഞ്ഞു. അവനെ ഡിസ്ക്വാളിഫൈ ചെയ്തു. അവൻ കോടതി പോയി. നമ്മുടെ കോടതി ഇങ്ങനെ ഇരിക്കല്ലേ, വാദി പറയുന്നത് കേട്ടിട്ട് ഉടനെ സ്റ്റേ ആണല്ലോ. പ്രതിഭാഗത്തെ കേൾക്കുന്നില്ലല്ലോ, സ്റ്റേ കൊടുത്തു. 1.5 കൊല്ലം പോയി. ഇപ്പോഴും ആ റോഡ് കേരളത്തിൽ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ വാഗമൺ റോഡാണ് ഇപ്പോഴും കിടക്കുക. അവിടെ കിബി പണം അനുവദിച്ചിട്ട് 2016 പണം അനുവദിച്ചതെന്ന് ആലോചിക്കണം. ഇപ്പോഴും കിടക്കുകയാണ്. അതുകൊണ്ട് പണി എന്ന് കോൺട്രാക്ടർമാർ ഉണ്ടാക്കി പറയാം, അക്ബറെ കുറ്റപ്പെടുത്തുകയല്ല. ഇതൊക്കെ ഇന്ന് കാലതാമസമാണ്. ഒരു കാര്യം ചെയ്യണം. എനിക്ക് തോന്നുന്നത് പഞ്ചായത്തിലാണല്ലോ ഈ റോഡ് നടക്കുന്നത്, അല്ലാതെ തലയിൽ കൂടെ അല്ലല്ലോ. പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും റോഡിൽ നിന്നും മാറുന്ന ഉത്തരവാദിത്വം ഏൽപ്പിക്കണം. മന്ത്രി കോൺട്രാക്ട് എഗ്രിമെന്റ് വെക്കണം. കോൺട്രാക്ട് എടുക്കുമ്പോൾ പഞ്ചായത്ത് മെമ്പർ ഇൻസ്പെക്ഷൻ അതിന് നടക്കണം. അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, MLA ഇവർക്കെല്ലാം ഉത്തരവാദിത്വം വന്നാൽ കൂട്ടുകളവ് നടക്കില്ലല്ലോ. കക്കാൻ ഏതെങ്കിലും ഒരുത്തം മാന്യം കാണുമല്ലോ, എല്ലാം കക്കുമല്ലോ. ഈ റോഡിന്റെ പണി നന്നാവും. ഈ മുടക്കുന്ന പണം റോഡിൽ കാണും. പിന്നെ ഇവിടുത്തെ റോഡ് ഏതായാലും ഒരു മന്ത്രി ഈ തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയ കൂട്ടുകെട്ട്, അവിശുദ്ധ ബന്ധം, ഉദ്യോഗസ്ഥ കൂട്ടുകെട്ടോ കാണുന്നു. അദ്ദേഹം പുറത്തു പറയുന്നു. ആ തരത്തിൽ അല്പം ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെയുള്ള ആത്മാർത്ഥമായ സമീപനമാണെങ്കിൽ ആ പാർട്ടിയുടെയും അതുമായി ബന്ധപ്പെട്ടുള്ള MLA-മാരുടെയും മുന്നണിയുടെയും ഒക്കെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് വേണം. അത് വരും ദിവസങ്ങളിലൊക്കെ ഉണ്ടാകും എന്ന് കരുതാമല്ലേ? പാർട്ടിയുടെ നയമാണ് റിയാസ് നടപ്പാക്കേണ്ടത്. പാർട്ടിയുടെ MLA-മാരും പാർട്ടിയുടെ മന്ത്രിമാരും പാർട്ടി ഈ കാര്യത്തിലൊക്കെ ഒരു നിലപാട് സ്വീകരിച്ച് അവരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഗവൺമെന്റിലെ പ്രതിനിധികളെന്ന നിലക്ക്, ഗവൺമെന്റ് നയിക്കുന്ന ആളുകളെന്ന നിലക്ക് പാർട്ടി നയമനുസരിച്ച് ഏറ്റവും സുതാര്യമായ രീതിയിൽ പ്രവർത്തിക്കണം. PWD-യിൽ അഴിമതിയുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് അനപലക്ഷണമായ പ്രവണതകളുണ്ട്. ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിലല്ല, കരാറുകാരും
രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ബന്ധമുണ്ട്. ഇതൊക്കെ അവസാനിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കേരളം മാറണം. ഒരു പുതിയ കേരളം അഴിമതിരഹിത കേരളമാണ്. ശരി, അത് ആ അഴിമതിരഹിത കേരളം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട്, കാരണം ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, കേരളത്തിലെ പരമ്പരാഗതമായ അഴിമതിയുടെ മേഖലകളാണ് PWDയും അതേപോലെ തന്നെ വനം വകുപ്പും എക്സൈസും എന്നൊക്കെ പറയുന്നത്. ആ മേഖലകളിൽ വലിയ രീതിയിൽ കൈയിട്ട് വാരിയ മാന്യന്മാരാണ് ഇപ്പൊ റിയാസിനെതിരായിട്ട് വലിയ സബ്മിഷനും ഇതൊക്കെ ആയിട്ട് വരുന്നത്. അവരൊക്കെ കേരള സമൂഹത്തിനറിയാം അവരാരാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണനൊപ്പം ശ്രീ PC ജോർജ്, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ KM അക്ബർ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ചതിനും സംസാരിച്ചതിനും. ഏതായാലും മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു. പ്രധാനപ്പെട്ട അതിഥികളൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുത്തു. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.